ഹായ്, ദേ നോക്കിയ പക്ഷികള്, അവരൊക്കെ നമ്മളെക്കാളും താഴെ പറക്കുന്നേ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ കൊച്ചലിയ? നോക്ക് മാനുകൾ. ബ്യൂട്ടിഫുൾ. നമ്മുടെ മേഡത്തിന് വളരെ നല്ല മനസ്സാ. അതുകൊണ്ടല്ലേ മേഡം നമ്മളെ ജംഗിൾ സഫാരിക്ക് വേണ്ടി അയച്ചത്. കൊച്ചലിയ, ദേ അങ്ങോട്ട് നോക്കിയേ. ആരോ കഴുതകൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിന്റ് അടിച്ചു വെച്ചിരിക്കുകയാണ്. എന്താണ്? എവിടെ? കഴുത അവരല്ല, നീയാണ്. അത് സീബ്രകളാണോ? പക്ഷെ സാധാരണ സീബ്ര ക്രോസിംഗ് എന്നല്ലേ പറയാറ്. ഇവര് കാരണമാണ് അതിനെ സീബ്ര ക്രോസിംഗ് എന്ന് പറയുന്നത്. സംശയമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ടൈഗർ ബിസ്ക്കറ്റിന് എന്തിനാ ടൈഗറിന് പേരിട്ടിരിക്കുന്നേ? ആ പേര് പോലെ ആ ബിസ്ക്കറ്റിന് കറുത്തവരെയും കണ്ടിട്ടില്ല, മഞ്ഞവരെയും കണ്ടിട്ടില്ല. നിന്റെ ഈ മണ്ടത്തരങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോ ജംഗിൾ സഫാരി നന്നായിട്ട് എൻജോയ് ചെയ്യേ. ബോട്ടിൽ ഇതെന്റെ ഫേവറേറ്റ് ബോട്ടിലാണ്. നോക്കി, അത് ആനകളാ. സംശയമുണ്ടോ? ഇവനൊരു കഴുതയാണ്. എത്രയോ പ്രാവശ്യം ആനനെ കണ്ടിരിക്കുന്നു, എന്നിട്ട് ഇപ്പോഴും സംശയം മാറിയിട്ടില്ല അവന്. ഇഗ്നോർ ഇഗ്നോർ, താഴേക്ക് നോക്ക്. ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ പേടിച്ചു ഓടുന്നത്? ഏതെങ്കിലും സിംഹമോ ബാഗോ വന്നിട്ടുണ്ടാവും. ബാഗെന്ന് പറഞ്ഞാൽ ടൈഗർ. എവിടെ ടൈഗർ? എനിക്ക് കാണണം ആ ടൈഗറിനെ. നോക്ക്, ദേ അവിടെയുണ്ട് ടൈഗർ. ഹണി! എന്റെ അമ്മച്ചി. ഓ നോ! അയ്യോ! എമർജൻസി എമർജൻസി! എന്റെ അമ്മച്ചി. അയ്യോ, എന്റെ ബോട്ടില്. അയ്യോ, അത് താഴെ പോകുന്നതിന് മുമ്പ് അതെനിക്ക് എടുക്കണം. എനിക്കത് കാട്ട്കർ മേഡം തന്നതാണ്. വേഗാവട്ടെ, ആ വാതിൽ അടക്കേ. ഓക്കേ. അയ്യോ, എന്റെ ഫേവറേറ്റ് ബോട്ടിൽ. അത് താഴെ വീണു. എനിക്കത് വേണം. വലിയളിയാ, ഹണി! അവൻ പാരഷൂട്ടില്ലാതെ ചാടിക്കളഞ്ഞു. സംശയമുണ്ടോ? നമുക്ക് ഒരു പുറകെ പോകാം. വേഗം വാ. യാ. ഇവിടെ വാ. ഓക്കേ. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞങ്ങളുടെ കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടി പോവുകയാണ്. ഓ മൈ ഗോഡ്. ഹലോ ഹലോ, ജംഗിൾ സഫാരിക്ക് വേണ്ടി 4 പിള്ളേര് വന്നിരുന്നില്ലേ? അവര് പ്ലെയിനിൽ നിന്ന് എടുത്ത് ചാടി. വേഗം സ്ക്വാഡ് ടീമിനെ വിവരം അറിയിക്കേ. കഴുതേ, പാരഷൂട്ടിടോ, എന്തിനാണ് ചാടിയേ? ഇവനൊരു കഴുതയാണെന്ന് അറിഞ്ഞിട്ടും ഇവനോടത്തൊക്കെ ചോദിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഒന്നും മിണ്ടാതിരിക്കേ. പാരഷൂട്ട് ഓപ്പൺ ചെയ്യേ.
ദേ കിടക്കുന്ന എന്റെ ബോട്ടിൽ. ആ, ഹെ, അമ്മ. വേണ്ട 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 അയ്യോ, അയ്യോ. ജിങ്ങാലാലോ ജൂബ ജൂബ ജിങ്ങാലാലോ പോകാം 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 അയ്യടാ കൊള്ളാലോ. ഹണി കൊല്ലോ 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 കൊല്ലോ. ഹണി ഒന്ന് മാറി നിൽക്ക്, ഇവൻ ചിലപ്പോൾ ആപത്തായിരിക്കാം. അയ്യോ അല്ല, ദാ ഇവനെ കാണാൻ നല്ല രസമുണ്ട്. ദാ കണ്ടില്ലേ, അവൻ ചിരിക്കുന്ന കണ്ടോ? അല്ല നിന്റെ പേരെന്താ? ജൂബ്രോ ജുംബ ലാ 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 ലാ. അല്ല ഈ 3 പേരിൽ നിന്റെ പേരെന്താന്നാ ചോദിച്ചത്? ജിംബ്രു, ചുങ്കാലാല അതോ കോയി? ജുംബ്രു ജുംബ്രു. എന്റെ പേര് ഹണി എന്നാണ്. അതെ കൂട്ടുകാരെ, ഇവന്റെ പേര് ജിംബ്രു എന്നാണ്. ജുംബ ലാ ലാ ജുഗ്ര ജുഗ്ര ജുംബ ലാ ലാ. എടാ കഴുതെ, അവൻ നിന്നെ പേടിപ്പിക്കാണ്. സംശയമുണ്ടോ? കഴുത നീയാണ്. ഇവൻ പറയുന്നതേ ഈ കാട് ഭയാനകമാണെന്നാണ്, അതായത് കൂടുതൽ അപകടകരമാണ്. ഞങ്ങളിവിടെ എന്തെടുക്കായിരുന്നോ? അത് പിന്നെ എന്റെ ഫേവറേറ്റ് ബോട്ടില് ഈ കാട്ടിൽ വീണുപോയായിരുന്നില്ലേ? ദാ ഈ വെള്ളത്തിന്റെ ബോട്ടില്. നീ പാട്ട് പാടാൻ പോവാണോ? ദം ചിക്കി ദം ദം ചിക്കി ദം. ഇവനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഈ ബോട്ടിൽ അവന്റെ തലക്കടിക്കുന്ന വിചാരം. അയ്യോ ഈ ബോട്ടിൽ തലയ്ക്കൊന്നും അടിക്കില്ല, ഇതില് വെള്ളം കുടിക്കും. അതെങ്ങനെയാണെന്ന് നീ കണ്ടിട്ടുണ്ടോ? ദാ നിൽക്കുന്നു. അയ്യ്, എന്റെ ബോട്ടില്. എന്റെ ബോട്ടില്. വരൂ, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ വന്നതാണ്. ഞാൻ എന്റെ ബോട്ടിൽ കിട്ടാണ്ട് ഇവിടുന്ന് എങ്ങോട്ടും വരില്ല. ഹണി നിന്റെ ബോട്ടിൽ എവിടെയാ പോയാ? ആ ചിമ്രുവിനെയും കാണാനില്ല. ബോട്ടിലെ ജിംബ്രു തട്ടിപ്പറിച്ചോണ്ട് ഓടിപ്പോയി. ഓഹോ, നിങ്ങൾ എന്റെ ബോട്ടിൽ കൊണ്ടുപോയിക്കോളൂ. വേണ്ട, എനിക്ക് ആ ബോട്ടിൽ തന്നെ വേണം. ഇവിടെ അപകടകാരികളായ കാട്ടുജീവികളുണ്ട്, ഭയങ്കരന്മാരായ നരഭോജികളുണ്ട്. വേഗം വരൂ. വാ ഹണി, ഇവര് പറയുമ്പോൾ നമുക്ക് കേൾക്കാം. പക്ഷെ ആ ബോട്ടിൽ എനിക്ക് മേഡം ഗിഫ്റ്റ് ആയിട്ട് തന്നതായിരുന്നു. നമ്മൾ ഇവിടുന്ന് പോയേ മതിയാകൂ. ഗാർഡ്സ് പോകാം, ലെറ്റ്സ് ഗോ. എന്റെ ബോട്ടിൽ. ജിങ്ങാലാല ബാട്ടിൽ ഇപ്പൊ തന്നെ കൊടുക്കണോ? കാലിയായ പെട്ടികളൊക്കെ പ്ലെയിനിൽ വെച്ചേക്ക്, ഞാനത് റീഫിൽ ചെയ്ത് കൊണ്ടുവന്നേക്കാം. ഈ കാട്ടിൽ പലതരത്തിലുള്ള ജീവജാലങ്ങളുണ്ട്. അവരോടൊപ്പം തന്നെ ഒരുപാട് അപകടകാരികളായ നരഭോജികളും ജീവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ വളരെ അപകടകാരികളാണ്. ചുമ്മാ ചുമ്മാ പോല.
അപ്പൊ ഇവരായിരുന്നോ പ്ലെയിനിൽ നിന്ന് കാട്ടി ചാടിയത്? ആ എന്നാ ഒരു താങ്ക്സ് പറഞ്ഞേക്ക്. എന്തിനാ ചാടിയതിനാണോ? അല്ല, ഞങ്ങളാണ് നിങ്ങളെ രക്ഷിച്ചത്, അതിനു വേണ്ടിയാ. താങ്ക് യു. ഈ കാട് വളരെ അപകടം പിടിച്ചതാണ്. എന്നാ പോവാം. പോയി പ്ലെയിനിലിരുന്നോ. ക്യാപ്റ്റൻ റെസ്ക്യൂ മിഷൻ സക്സസ്ഫുൾ ആണെന്ന് എല്ലാവരോടും പറഞ്ഞേക്ക്. ജംഗിൾ സഫാരിക്ക് വേണ്ടി അടുത്ത ടീമിനെ റെഡിയാക്കിക്കോളൂ. ഞങ്ങൾ ഇതാ ഇപ്പൊ എത്തും. അപ്പൊ എന്റെ ഫേവറേറ്റ് ബോട്ടിലോ? എടാ നിനക്കൊരു പുതിയ ബോട്ടിൽ വാങ്ങി തരാം. ആ പഴയതിനേക്കാളും വളരെ ഭംഗിയുള്ളത്. പിന്നീട് അത് നിന്റെ ഫേവറേറ്റ് ബോട്ടിലാകും. പക്ഷെ എനിക്ക് ആ ബോട്ടിൽ തന്നെ വേണം. അത് കാഡ്കർ മേഡം ഗിഫ്റ്റ് ആയിട്ട് തന്നതായിരുന്നു. എന്നാലും കാഡ്കർ മേഡത്തിന്റെ ബോട്ടില് എന്നാലും ഇപ്പൊ എന്റെ ബോട്ടിൽ എവിടെ ആയിരിക്കും? ബോസ്കോ സർക്കസിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. കാണൂ ഞങ്ങളുടെ വെറൈറ്റി ഐറ്റം. ഇത് വേറെങ്ങും നിങ്ങൾ കണ്ടിട്ടേ ഉണ്ടാവില്ല. ഈ ഷോ ഇനി എത്ര നേരം വരെ നീണ്ടു നിൽക്കും? എനിക്ക് ജംഗിൾ സഫാരിക്കും പോകേണ്ടതാണ്. ഈ ഷോ വൈകാതെ ഹിറ്റ് ആകും. എടോ, ഈ അഭ്യാസമൊക്കെ ഞങ്ങൾ ഫ്രീ ആയിട്ട് റോഡിൽ കാണും. ഇതാണോ നിങ്ങൾ 500 രൂപയുടെ ടിക്കറ്റ് കൊടുത്ത് ഇവിടെ കാണിക്കുന്നത്? എവിടെടാ ബോസ്കോ? സാറിന് അവര് വിളിക്കുന്നുണ്ട്. ഞങ്ങളെന്താ മണ്ടപ്പരാന്ന് കരുതിയ നീ? ഒന്ന് നിർത്ത്, ഇങ്ങനെ എറിയല്ലേ. നിങ്ങളൊന്ന് ക്ഷമിക്കേ. അയ്യോ, ഞാനും ഒരു മനുഷ്യനാണ്. എനിക്കുമുണ്ട് ഭാര്യയും കുട്ടികളും. ഇനി ഭാര്യയും കുട്ടികളും മാത്രമേ ഉണ്ടാകൂ. മിക്കവാറും സാറിനെ അവര് പപ്പടമാക്കും. വാ പോവാം. ചുമ്മാ മനുഷ്യനെ പറ്റിക്കുന്ന പണിയാ ഇതൊക്കെ. ബോസ്കോ സാറേ, ഇന്ന് റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. ഇത്രയും മുട്ടയും തക്കാളിയും വേറെ ഒരു ഷോയ്ക്കും കിട്ടിക്കാണില്ല. നീ കടന്ന് വിളിച്ചു കാണുന്നു പരമണ്ട. എന്റെ പ്രോഗ്രാം ബ്ലോക്കായി. നമ്മുടെ എല്ലാ ഷോകളും ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ സർക്കസ് കമ്പനി അടച്ചു പൂട്ടേണ്ടി വരും. എന്റെ ഷോ ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇനി എന്താ ചെയ്യേണ്ടത് സാർ? ഇനിയുള്ള ഷോ എന്താ, കസേരയാണോ കാണാൻ പോകുന്നത്? വേഗം പൊയ്ക്കോ ഇവിടുന്ന്. എനിക്കാകെ വട്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ മാണിക്. ഇനി ഇതുവരെ ആരും കാണാത്തതും കേൾക്കാത്തതുമായ വെറൈറ്റി ഷോ ആയിരിക്കും ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിനെ കുറിച്ച് നമുക്ക് പിന്നെ ആലോചിക്കാം. സാറിന്റെ ഭാര്യയും കുട്ടികളും പ്ലെയിനിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ജംഗിൾ സഫാരി നടത്തില്ല ഒരു ഷോ ആക്കി മാറ്റും. അയ്യോ എന്റെ ദൈവമേ, ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. ബോസ്കോ എന്റെ പേര് വെക്കുന്നതുകൊണ്ട് ആരും ബോസ് ആവുകയില്ല. ഇല്ല, എനിക്ക് അയ്യോ മക്കളെ, വീട് മക്കളെ. അയ്യോ അയ്യോ മക്കളെ, അയ്യോ. எதுக்கு இவ்வளவு லேட் பண்ணிட்டு இருக்காங்க? താഴെ ഇറങ്ങും. ഞാനൊരു മരമല്ല, നിങ്ങളുടെ അച്ഛനാണ്. താഴേക്ക് ഇറങ്ങാം. நாம ஜங்கல் சஃபாரிக்கு போயிட்டு இருக்கோம். தேவையில்லாம நீங்க உங்க முகத்தை விலங்கு மாதிரி மாத்திக்கிட்டு இருக்காதீங்க, சரியா? എന്തിനാണ് വെറുതെ ജംഗിൾ സഫാരിക്ക് പോകുന്നത്? വീട് മുഴുവനും ജീവജാലങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയല്ലേ. വേഗം എല്ലാ ബോക്സും ഇറക്കാൻ നോക്ക്.
ജിംബ്രു, ദേ എന്റെ കൂട്ടുകാരൻ ജിംബ്രു. ഹായ്, ദേ എന്റെ ബോട്ടിൽ. മാറി നിൽക്ക് കാട്ടുവാസി. വാച്ച് ഇറ്റ്. ചിലപ്പോ ബോട്ടിൽ ബോംബായിരിക്കും. നിങ്ങളൊക്കെ കഴുതകളാ, ഇത് എന്റെ സ്വന്തം ബോട്ടിലാണ്. നീ എന്റെ ഈ ബോട്ടിൽ തരാനാണ് ഇത്രയും ദൂരം വന്നത്? സോ സ്വീറ്റ്. എന്റെ ഫേവറേറ്റ് ബോട്ടിൽ എനിക്ക് തിരിച്ചു കിട്ടി. എന്റെ ഫേവറേറ്റ് ബോട്ടിൽ തിരിച്ചു കിട്ടിയേ. ഇവൻ മനുഷ്യനാണോ അതോ കൊരങ്ങനാണോ? ഇവൻ മിക്കവാറും എനിക്ക് ഉപകാരപ്പെടും. Bottle, friend, huba huba, hali hali. Bottle, താങ്ക് യു ജിംബ്രു. huba huba, kadi kadi, jaba jaba huba. ഇവരെന്തൊക്കെയായി പറയുന്നത്? അതായത് കാട്ടിൽ എന്തോ പ്രശ്നം നടക്കുന്നുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. സംശയമുണ്ടോ? എടാ മരക്കഴുത, ഇവൻ പറയുന്നത് അങ്ങനൊന്നും അല്ല. നമ്മൾ കാട്ടിൽ പോയി ഉല്ലസിച്ച് അടിച്ച് പൊളിക്കണം അവൻ പറഞ്ഞത്. അങ്ങനെയല്ലേ ജിംബ്രു? ഇല്ല ഇല്ല, കാട് 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 കാട്. ഓ, അങ്ങനെയായിരുന്നു ഇവൻ പറയുന്നത്. ഇവന് തിരിച്ച് കാട്ടിലേക്ക് പോണമെന്നാണ്. നിനക്ക് അവൻ പറയുന്നത് എങ്ങനെയാ മനസ്സിലാവുന്നേ? അതെനിക്കും അറിയില്ല ഞാൻ എങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കുന്നതെന്ന്. ജിംബ്രു, നീ ഏതായാലും നഗരത്തിൽ വന്ന സ്ഥിതിക്ക് ഇവിടെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ പോയാ മതി. Guba jiba, ah, guba jiba, hey hey. റൈറ്റ്, എന്തായാലും നമുക്കിന്നൊന്ന് അടിച്ച് പൊളിക്കണം. Jumba la la la, jumba la la la, la la. ഇവൻ നന്നായിട്ട് പാട്ടും പാടുന്നുണ്ടല്ലോ. വാ, നമുക്ക് വീട്ടിലോട്ട് പോവാം. ഇവൻ കാടനല്ല, വലിയൊരു പണപ്പെട്ടിയാണ്. ഇവൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ സർക്കസ് ഫേമസ് ആവും. ഇവനെ എങ്ങനെയെങ്കിലും എന്റെ വരുതിക്ക് കൊണ്ടുവരണം. ഇതാണ് ഞങ്ങളുടെ വീട്. എന്താ വീട്? അകത്തേക്ക് പോകാം. ഇത് നീ നിന്റെ വീടായിട്ട് കരുതിയാൽ മതി. ജുംബ ജുംബ. നീ ടി വി കണ്ടോണ്ടിരിക്കേ, ഞങ്ങൾ പോയിട്ട് ഫ്രഷ് ആയിട്ട് വന്നേക്കാം. ടിവി. കാട് ഒരുപാട് ജീവജാലങ്ങളുടെ വീടാണ്. അവിടുത്തെ ജന്തുക്കളുടെ രാജാവ് സിംഹമാണ്. എല്ലാ ജന്തുക്കൾക്കും സിംഹത്തിനെ പേടിയാണ്. കാടിന്റെ സവിശേഷതകൾ: മാനിന്റെ ഒരു കൂട്ടം ശാന്തമായി പുല്ലു തിന്നുകയാണ്. എന്നാൽ സിംഹം അതിന്റെ ആഹാരം അന്വേഷിച്ച് കാട്ടിൽ അലഞ്ഞു നടക്കുകയാണ്. ഈ കാഴ്ചകളെല്ലാം നേരിട്ട് കാണാൻ നിങ്ങളുടെ മനസ്സ് കൊതിച്ചേക്കാം. മഞ്ചാടിക്കുരി കിട്ടിയാൽ എടുത്തു വയ്ക്കാം. ഇതുകൊണ്ട് ഹണി ബണി സോദാർ പോപ്പന്റെ പേടിപ്പിക്കാം. അടികൈ. അയ്യോ, ആരെങ്കിലും എവിടെയെങ്കിലും ഓടി വാ. അയ്യോ, ഈ കുട്ടി പിശാചിനെ തല്ലിക്കൊല്ലുന്നേ. വേണ്ട. ഇത് ഖന്ന സാറാണ്. കാട്ടിലെ പുലി മാനുകളെ കണ്ടാൽ പായും. ഇവനെ പിടിച്ചു മാറ്റ്, അല്ലെങ്കിൽ ഇവൻ എന്നെ മട്ടൻ ചാപ്സാക്കി തിന്നു കളയും. എന്റെ അമ്മോ, അടികൈ. ഞാൻ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? അല്ല, ഈ മനുഷ്യനെ കണ്ട് എന്തിനാണ് അമ്പരക്കുന്നത്? അടികൈ. ഇത് ജിംബ്രു ആണ്, ഞങ്ങളുടെ കൂട്ടുകാരന്. ഇവൻ കാട്ടിന്നാ വന്നത്. ഇന്നലെ എന്റെ അമ്മാവൻ പറഞ്ഞു നാട്ടിലേക്ക് പോയെന്ന്. ഇവനെ കണ്ടാൽ തന്നെ അറിയാം ഇവനൊരു കാട്ടുവാസിയാണെന്ന്. അടികൈ. വേണ്ട വേണ്ട,
വേണ്ട വേണ്ട, ഇവനെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. നാടത്ര ഇവന് പരിചയമുള്ളതല്ല, അതുകൊണ്ട് ഇവൻ ആപത്തിൽപ്പെടാതെ നോക്കണം. ഡോൺ വെറി, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്റെ കൂടെ വാജും ബ്രോ, നമുക്ക് നേരെ കാട്കർ മാഡത്തിന്റെ ഓഫീസിൽ പോവാം. നിനക്കപ്പോ സിറ്റി ഒന്ന് കാണുകയും ചെയ്യാലോ. കൊള്ളാം പിള്ളേരെ, ഇതെന്തായാലും കലക്കി. നമ്മുടെ വീട്ടിൽ ഒരു കാട്ടുവാസി വന്നിരിക്കുന്നു. അടികൈ. ഇവിടെ ഉള്ളവരൊക്കെ പോയോ? എന്നാ പിന്നെ ഞാൻ തന്നെ സ്വന്തമായിട്ട് കൈയടിച്ചേക്ക. സാറെന്നെ വിളിച്ചായിരുന്നോ? മാണിക് ഇതാ വന്നിരിക്കുന്നു. മാണിക്, ഒരു അത്യാവശ്യ കാര്യം ചെയ്യാനുണ്ട് നമുക്ക്. എന്താ, നമുക്ക് വിശ്രമിച്ചുകൊണ്ട് സംസാരിക്കാം. എന്തു പറ്റി? ഞങ്ങൾ ജംഗിൾ സവാരിക്ക് വേണ്ടി പോയില്ലായിരുന്നോ? കല്ലെന്ന് കരുതി കാണ്ടാമൃഗത്തിന്റെ മുകളിൽ കയറി അവ ചന്തിക്കിട്ട് ഇടി തന്നു. അതിനുശേഷം എനിക്കങ്ങ് ഇരിക്കാനേ പറ്റുന്നില്ല. സ്വന്തം ബോസിന്റെ ദയനീയ അവസ്ഥ കണ്ടിട്ട് ചിരിക്കുന്നോ വീട്ടി? അയ്യോ, താങ്കൾ ഓർത്തല്ലേ ചിരിച്ചത്? സാറിന് അറിയാലോ, എനിക്കങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല. എവിടെ വെച്ച് വേണേലും ചിരി വരാറുണ്ടല്ലോ. ഇപ്പൊ നീ നിന്റെ വായടച്ച് വെക്കേ, എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്ക. ഞാൻ ഇന്നലെ ഒരു കാട്ടുവാസിയെ കണ്ടായിരുന്നു. ഒരെണ്ണാണെങ്കിൽ എന്റെ മുമ്പിൽ തന്നെ നിൽപ്പുണ്ടല്ലോ. സ്വന്തം ബോസിനെ വീട്ടിൽ കളിയാക്കുന്നോടാ വീട്ടി. ഞാൻ അവനെ നഗരത്തിൽ വെച്ചാണ് കണ്ടത്. സത്യമാ പറഞ്ഞത്, ഇവിടുത്തെ മനുഷ്യർ കാട്ടുവാസികളെ പോലെ ആയിരിക്കുകയാണ്. ട്രാഫിക് റൂൾസ് ഫോളോ ചെയ്യാറില്ല, നിയമത്തിന് ഒരു പുല്ലിന്റെ വില പോലും കൊടുക്കാറില്ല. എന്ന് ഫിലോസഫി പറയാതെ ഞാൻ പറയുന്നത് കേൾക്ക. ശരിക്കുമുള്ള കാട്ടുവാസിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവൻ നന്നായിട്ട് മരം കയറും, പിന്നെ കൊരങ്ങനെ പോലെ അതിൽ നിന്നും ചാടും, കൊരങ്ങന്മാരോട് തല്ലുപിടിക്കാറുണ്ട്, പിന്നെ നാരങ്ങയുടെ ഇലയും തിന്നും. പക്ഷെ അവനെ വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാണ്? നമ്മുടെ എല്ലാ ഷോയും ഫ്ലോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവനെ കിട്ടിയാൽ ഒരുപാട് ഷോസ് ചെയ്യാൻ പറ്റും. ദ ഫോറസ്റ്റ് മാൻ ഷോ, അത് ജനങ്ങൾക്ക് വെറൈറ്റി ഷോ ആയിരിക്കും. നമ്മുടെ തലയിൽ നോട്ട് മഴ പെയ്യും. എന്താ ഒരു ഐഡിയ? ഇനി അധികം വൈകാതെ നമുക്ക് അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അടിപൊളി ഐഡിയ ആണ്. ഇത്രയും വലിയൊരു നഗരത്തിൽ അവനെ എവിടെ പോയി അന്വേഷിക്കാനാണ്? അവന്റെ കൂടെ 2 പൂച്ച, പട്ടി, തത്ത എന്നിവയും ഉണ്ട്. ഞാൻ അവരുടെ അഡ്രസ് ജംഗിൾ സഫാരി ഓഫീസിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട്. ഇത്രയും അറിയാവുന്ന സ്ഥിതിക്ക് അവരെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. സോറി. ഞങ്ങള് മേഡത്തിനെ കണ്ടിട്ട് വരാം. ജിംബ്രു, നീ ഇവിടെ തന്നെ ഇരിക്കണം. എന്ത് പറ്റി? ഇവൻ എന്താ പറയുന്നറിയോ? തിരിച്ചു വന്നിട്ട് എനിക്ക് ഹണിക്കും നല്ല ടേസ്റ്റുള്ള ഫുഡ് വാങ്ങിച്ചു തന്നോന്നാ പറഞ്ഞത്. അവൻ ഒറ്റയ്ക്കാണ്, പൊക്കിയാലോ നമുക്ക്? അവൻ ഒറ്റയ്ക്കാണ്, പക്ഷെ പഴമൊന്നുമല്ല. പെട്ടെന്ന് അങ്ങനെ പൊക്കിക്കൊണ്ട് വരാൻ. വേഗം വാ. ആരുമില്ല, ആ വിൻഡോയിൽ കൂടി വലിച്ചെടുക്ക. എന്താ നീ അവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത്? ഞാൻ മുകളിൽ കയറി ഒന്ന് നോക്കട്ടെ. ഒന്ന് നിക്ക. അയ്യോ രക്ഷിക്കണേ. അയ്യോ
ജിംബ്രു നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അയ്യോ. അല്ല നിങ്ങളൊക്കെ ആരാണ്? ഞാൻ ഈ പയ്യനെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഇപ്പൊ തോന്നുന്നത് ഞങ്ങൾക്ക് ഡോക്ടറിന്റെ സഹായം വേണ്ടി വരുമെന്നാ. കാറിലിരിക്കുന്ന ജിംബ്രുവിനെ ഇയാൾ എന്ത് സഹായിക്കാൻ വന്നതാണ്? ഇവരുടെ പ്ലാൻ വേറെ എന്തോ ആണ്. കാറ് മോഷ്ടിക്കാൻ വന്നതായിരിക്കും. സംശയമുണ്ടോ? ഓ അത് ശരി, നിനക്ക് വണ്ടി ഓടിക്കണമെന്നാണോ പറഞ്ഞേ? അപ്പൊ അവർക്ക് വണ്ടി ഓടിക്കണമെന്നാണോ പറഞ്ഞേ? അവർക്ക് കാറ് പൊക്കണമെന്നോ? അത് അവരുടെ കാറ് തന്നെ പൊക്കി എടുത്തോളും. എനിക്ക് മനസ്സിലായി, നിനക്ക് കാർ എടുത്ത് പൊക്കണമെന്നല്ലേ? ജിംബ്രു ആരും കാറ് പൊക്കാറില്ല, അത് ഓടിക്കാനുള്ളതാണ്. ജിംബ്രു ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വാശി പിടിക്കരുത്. വാ നമുക്ക് വീട്ടിലോട്ട് പോവാം. ഇത് കൊള്ളാലോ. നിനക്ക് ഇവൻ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ. സംശയമുണ്ടോ? നിങ്ങൾക്ക് ചിലപ്പോ ഞാൻ കഴുതായിരിക്കും, പക്ഷെ ഞാൻ സത്യത്തിലേ ഇന്റലിജന്റ് ആണ്. നമ്മൾ അവരെ പിടിക്കുന്നതിന് പകരം എന്തിനാണ് ഇങ്ങനെ സിറ്റിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഇത് കറങ്ങുകയല്ല, അവരെ ഫോളോ ചെയ്യുകയാണ്. ഒരു പ്രാവശ്യം അവരുടെ വീട്ട് അഡ്രസ് കിട്ടിക്കഴിഞ്ഞാൽ ആ കാട്ടുവാസി പയ്യനെ പിടിക്കാൻ എളുപ്പമായിരിക്കും. മാത്രമല്ല നമുക്ക് ഇവരെ പിന്നെ ഫോളോ ചെയ്യേണ്ട ആവശ്യം വരില്ല. ആ എന്ത് അടിപൊളി പ്ലാൻ ആണ്. സോറി പയ്യൻ. എന്താ എന്ത് പറ്റി ജിംബ്രു? അതിനകത്ത് ഓടിക്കാറില്ലല്ലോ, അത് ടൊയോറ്റയാ. ഓടിക്കാർ മേടിക്കുമ്പോ നമുക്ക് ഓടിക്കാം. അയ്യോ ഇങ്ങനെയല്ല, ആദ്യം അകത്ത് കയറി ഇരുന്നിട്ടാ അത് ഓടിക്കേണ്ടത്. വാ നിന്നെ ഞാൻ പഠിപ്പിച്ചു തരാം, കേറിക്കോ. നോക്കിയേ, വണ്ടി ഇതാ ഇങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. വേണ്ട ഹണി, ജോർദാറേ നീ വേഗം തന്നെ സ്കൂട്ടർ എടുത്തോ. ഊബ എന്നല്ല, ഇടിച്ചു എന്നാ പറയണ്ടേ. നീ പുറകിൽ എന്തായി ചെയ്യുന്നേ? കാറ വണ്ടി പോയി ഇടിക്കില്ലേ? വാ തിരിച്ചു വാ. ഈ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ലല്ലോ. കഴുതേ, നമ്മളെ കിഡ്നാപ്പ് ചെയ്യാനല്ലേ വന്നിരിക്കുന്നത്. വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്ത് അവർ പിടിക്കാൻ സാധ്യതയുണ്ട്. അത് ശരി, അപ്പൊ ഈ സ്കൂട്ടറിന്റെ കളർ നോക്കി നമ്മളെ പിടിക്കില്ലേ? ഇത് മോഷ്ടിച്ചെടുത്തതാണ്. അഥവാ സ്പീഡ് ബ്രേക്കർ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് പിടിക്കാൻ മറക്കല്ലേ. ആ വണ്ടി നമ്മുടെ നേരാണല്ലോ വരുന്നത്. കരുതേ, ഇത് ചിരിക്കാനുള്ളതല്ല, പേടിക്കാനുള്ള കാര്യമാണ്. ഇപ്പൊ എങ്ങനെ, നല്ല രസമുണ്ടോ അതോ പേടിയാണോ തോന്നുന്നേ? ചോക്കല്ല, സ്റ്റക്കായതാ. രണ്ടുപേരും വായു കൂടെ പറന്നല്ലേ പോയത്. ഹണി കുഴപ്പമൊന്നുമില്ലല്ലോ.
ഒരു മോട്ടോർ സൈക്കിൾ തെറിച്ചു പോയി, കുറച്ച് ബോക്സ് താഴെ വീണു, രണ്ടാൾക്കാർ പറന്നു, ബാക്കിയൊന്നും ഒരു കുഴപ്പമില്ല. എടാ ഇവന് കാർ ഓടിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ നീ എന്തുകൊണ്ടാ കാർ ഓടിക്കാത്തത്? ജിംബ്രൂനായിരുന്നു വണ്ടി ഓടിക്കാൻ ആഗ്രഹം. അവന് വേണ്ടി ഞാൻ വണ്ടി ഓടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ത്രില്ല് അവന് കിട്ടില്ല. ഓ ദൈവമേ, നിനക്ക് പറ്റുന്ന ഓരോരോ അബദ്ധങ്ങളെ. ഇങ്ങനെ ഒരു മണ്ടൻ സംശയമുണ്ടോ? എടാ കഴുതേ, ആദ്യം ആ വണ്ടി ഒന്ന് നിർത്ത്. ഞാൻ ഓടിച്ചോളാം വണ്ടി. ജിംബ്രു, നിനക്ക് വണ്ടി ഓടിക്കാൻ ആഗ്രഹമുള്ളപ്പോ ഞങ്ങളോട് പറഞ്ഞാ മതി. ഇപ്പൊ നമുക്ക് വീട്ടിൽ പോകാം. ജിംബ്രു, നിനക്ക് വിശക്കുന്നുണ്ടോ? വാ, നമുക്ക് മാർക്കറ്റിൽ പോയി കഴിക്കാനായിട്ട് വല്ലതും വാങ്ങാം. 10 രൂപ. ആ അതെ 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 ഫ്രഷ് ആണ്. 140. ആഹാ, ആപ്പിൾ അങ്ങനെ തന്നെ തിന്നോ? ജിംബ്രു, ആപ്പിൾ അങ്ങനെയല്ല കഴിക്കേണ്ടത്. അത് കഴുകി വേണം കഴിക്കാൻ. ഞാൻ പറഞ്ഞത് പണം തന്നിട്ട് തിന്നാനാണ്. ഓ, ഇവനെന്താ ഈ പറയുന്നേ? അവൻ പറയുന്നതേ പണം മരത്തിന്ന് പറിച്ചെടുക്കാനൊന്നും പറ്റില്ലല്ലോ എന്നാ. ഓ, ഇപ്പൊ എന്താ പറഞ്ഞെന്ന് വെച്ചാലേ ആപ്പിള് നമ്മൾ മരത്തിൽ നിന്നല്ലേ പറിച്ചെടുക്കുന്നത്. അതിനെന്തിനാ പൈസ കൊടുക്കുന്നതെന്നാ? അതെ ചേട്ടാ, ആ ആപ്പിളിന്റെ പൈസ ഞാൻ തന്നോളാം. ചേട്ടൻ 1 കിലോ പഴം കൂടെ തന്നേ. നീ പഴമാണ് മേടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഈ ആപ്പിളിന്റെ പൈസ എന്തിനാ കൊടുക്കുന്നേ? ഓ എന്റെ ദൈവമേ, ഇതിലും ഭേദം ഒന്നും വാങ്ങിക്കാതിരിക്കുന്നതാ. ഹോ. ഇവിടെ വച്ചൊരിക്കലും അവൻ നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകരുത്. പക്ഷെ എങ്ങനെ നമ്മൾ ഇവനെ പിടിക്കും? ആദ്യം നമുക്ക് ഇവനെ തലക്കടിച്ച് ബോധം കെടുത്താം, എന്നിട്ട് ചാക്കിൽ കെട്ടിക്കൊണ്ടുപോകാം. പിടിക്ക്. ഇതിന്റെ പണം എന്താ? പിടിച്ച പണം. ആ ജിംബ്രു ഇത് എവിടേക്കാ പോയേ? അവനെ വേഗം കണ്ടുപിടിക്കണം. അവന് ഈ നഗരത്ര പരിചയമില്ല. കാട്ടുവാസിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. കിട്ടിപ്പോയി. വേഗം പിടിക്കാവനെ. അയ്യോ, അവൻ രക്ഷപ്പെടരുത്. നല്ല മൺകലുണ്ട്, മൺകലം, നല്ല കുടം എല്ലാമുണ്ട്. ആ കാട്ടുവാസിയെ പിടിക്ക്. ഇനി നീ എന്റെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് കാണട്ടെ. Chaka chaka juba, chaka chaka juba. Oh. Oh. Amma, 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 ഇല്ല. അല്ല, ഇതവൻ എവിടെ പോയി? ജിംബ്രു, ജിംബ്രു. ഇതായിരിക്കുന്നു ജിംബ്രു. ജിംബ്രു, എടാ ജിംബ്രു, ആ മാർക്കറ്റിൽ നിന്ന് നീ എങ്ങോട്ടാ പോയത്? അഥവാ എവിടെങ്കിലും പെട്ടുപോയിരുന്നെങ്കിലോ? വാ, നമുക്ക് വീട്ടിൽ പോവാം. അമ്മ
നിനക്ക് എന്ത് പറ്റി ജുങ്ക്രു? ജുബ ജുബ ദബ ദബ ചേട്ടൻ ചേട്ടൻ കുഞ്ഞു കുഞ്ഞു. ജിംബ്രൂന് പാട്ട് പാടണമെന്ന് തോന്നുന്നു. അയ്യോ അല്ല, അവൻ പറയുന്നതേ അവന്റെ ചേട്ടനും കൊച്ചുങ്ങളും നന്നായിട്ട് പാട്ട് പാടാറുണ്ടെന്ന്. സത്യത്തിൽ ഇപ്പൊ അവൻ അവന്റെ അച്ഛനെയും അമ്മനെയും ചേട്ടനെയൊക്കെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കയാണ്. ഹുബ ഹുബ ചേട്ടൻ. ഇപ്പൊ അവൻ പറഞ്ഞതേ ഈ ഞാനും അവന്റെ ചേട്ടനാണെന്നാ. ചേട്ടൻ അവിടെ വീട് ഓർമ്മ വന്നു. ചേട്ടന്റെ കൊച്ചുങ്ങളുടെ പേര് യാഡൂബ എന്നാണെന്ന്. പക്ഷെ എന്റെ സംശയം എന്താന്ന് വെച്ചാൽ രണ്ടുപേർക്കും അങ്ങനെ ഒരേ പേര് വരുന്നത്. അവൻ പറഞ്ഞതിന്റെ അർത്ഥം ചേട്ടന്റെയും ചേട്ടന്റെ കൊച്ചിനെ ഓർമ്മ വരുന്നു എന്നാണ്. സംശയമുണ്ടോ? പോവാം പോവാം ജുംബ ജുംബ കാട് കാട് പോവാം പോവാം. ഇവൻ പറയുന്നത് തന്റെ ഗ്രാമത്തിലേക്ക് പോകണമെന്നാണ്. മനസ്സിലായി കൂട്ടുകാരാ, നീ പറഞ്ഞത് ഞങ്ങളുടെ കാറിൽ നിന്നെ കാട്ടിക്കൊണ്ടാക്കണമെന്നല്ലേ? ഇത് കൊള്ളാലോ. ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ജിംബ്രുവിന്റെ ഭാഷ മനസ്സിലായി തുടങ്ങിയല്ലേ? മനസ്സുകൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. ശരി വാ, ഇവനെ കൊണ്ടുപോയി നമുക്ക് കാട്ടിൽ വിട്ടേക്കാം. വരൂ ജിംബ്രു, നിന്റെ വീട്ടിലേക്ക് പോകാനുള്ള സമയമായിരിക്കുകയാണ്. നിന്റെ വീട്ടിലേക്കല്ല, ഞങ്ങളുടെ കൂടെ വരാനുള്ള സമയമാണ് ആയിരിക്കുന്നത്. എടാ ജിംബ്രു, ഇനി അധികം വൈകാതെ തന്നെ നിനക്ക് നിന്റെ കാട്ടിലെ വീട്ടിലെത്താൻ പറ്റും. അതും നിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത്. ജുംബ ജാ. ഇനി നീ എങ്ങനെ രക്ഷപ്പെടാൻ കാട്ടുവാസി? ഹലോ, ട്രക്ക് വഴിന്ന് മാറ്റിയിട്. മനുഷ്യൻ മനുഷ്യൻ അവര് വേഗം ട്രക്ക് എടുത്ത് പകുതിയാക്കാനായിട്ടാ ജിംബ്രു പറയുന്നത്. ജിംബ്രു അവിടെ നിൽക്ക്. അല്ല, ഇവനെന്തിനാ ഓടുന്നത്? വേഗം പിടിക്കവനെ. കൊച്ചലിയ, ഇത് അവന്മാര് തന്നെയാ. ഇന്നലെ നമ്മുടെ കാറിന്റെ റൂഫിലും വിൻഡോയിലും കുടുങ്ങിയത് യുവമാരാണ്. കൂടാതെ ഇന്നലെ രാത്രി ജിംബ്രു ഇടിച്ചു തെറിപ്പിച്ചതും യുവമാര് തന്നെയായിരുന്നു. അതെ, യുവമാര് ജിംബ്രുവിനെ ഫോളോ ചെയ്യണമെന്ന് എനിക്ക് അന്നേ തോന്നിയതാണ്. നമുക്ക് അവനെ രക്ഷിച്ചേ പറ്റൂ. ജിംബ്രു, നീ ഓടണ്ട. യുവമാര് നിന്നെ ഒന്നും ചെയ്യില്ല. നിൽക്ക്. എന്തുകൊണ്ട് ചെയ്യില്ല? ഓടിക്കോ ഓടിക്കോ. പറഞ്ഞത് കേട്ടില്ലേ? ഇവൻ നിങ്ങളോട് ഓടി രക്ഷപ്പെട്ടോളാനാ പറഞ്ഞത്. ഞാനാണോ ഓടണ്ടേ? എന്നാ ഓക്കെ. എടാ ഹണി, നീ ഇതെങ്ങോട്ടാ ഓടുന്ന? നിക്കടാ അവിടെ. നിങ്ങൾ അവന്മാരെ തടയ്. ഞങ്ങളെ പോയ കാട്ടുവാസിയെ പിടിക്കാം. പിടിക്കാമാരെ. വാ, നമുക്ക് പോയി ഹണിയൻ ജിംബ്രുവിനെ രക്ഷിക്കാം. എടാ ജിംബ്രു, റെഡിയല്ലേ? നല്ല രസമുണ്ടല്ലേ? ആക്ഷൻ ടൈം. കഴുകേ, നീ നിന്റെ ബോസിനെ തന്നെ അറ്റാക്ക് ചെയ്യുവാണോടാ? നിൽക്കുന്നു, പിടിക്ക്. ഐഡിയ. എടാ, നീ ഇവരെ വിട്ടിട്ട് അവരെ പോയി പിടിക്ക. ഓടിക്കോ ജിംബ്രു, ഓടിക്കോ. ആ കാട്ടുവാസി എങ്ങോട്ട് പോയി? നല്ല രസമുണ്ടല്ലേ? കണ്ടുപിടിച്ചു. ഇനി ഞങ്ങൾ പിടിക്കും.
Jingalala paki pola. അല്ല അവരെങ്ങോട്ടാ പോയേ? ദാ പോകുന്നു. സംശയമുണ്ടോ? എനിക്ക് തോന്നുന്നത് അവരാ ഡോക്ടറിൽ പോകാൻ പോകുന്നു എന്നാണ്. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, കേൾക്ക്. ഓക്കേ. അല്ല നമ്മളെന്തിനാ ഓടുന്നേ? യു മാർക്കറ്റ് 2 കൊടുക്കാനാണെങ്കിൽ ഞാൻ മാത്രം മതി. ഓക്കെ, ആദ്യം ബോസിനെ അടിക്കണമെന്ന് ഹിന്ദി പറഞ്ഞതല്ലേ? അയ്യോ അവൻ ബോസിനെ അടിക്കാനല്ല പറഞ്ഞത്. അയ്യോ എന്റെ പേരാണ് ബോസ്കോ. അയ്യോ അയ്യോ Honey, honey. എനിക്കൊരു കുഴപ്പമില്ല. വേഗം താഴേക്ക് ചാട്. അയ്യോ അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ. അയ്യോ അയ്യോ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ. അയ്യോ ഞങ്ങളെ രക്ഷിക്കണേ. അയ്യോ അയ്യോ. അവന്മാര് നമ്മളെ ഉപ്പുള്ള വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഉപ്പുള്ള വെള്ളമല്ലടാ വിട്ടി, ഇത് കടലാ. വലിയ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇൻസ്പെക്ടർ പാണ്ട, ഉടൻ ഡോക്കിലേക്ക് വരൂ. അയ്യോ ഈഷ്, നിങ്ങൾ രണ്ടുപേരും ആരാണ്? ഞങ്ങളൊരു സർക്കസ് കമ്പനി നടത്തുന്നവരാണ്. പക്ഷെ ഞങ്ങളുടെ ബിസിനസ് വളരെ മോശമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാട്ടുവാസിയെ പിടിച്ചോണ്ട് പോയിട്ട് ഞങ്ങളുടെ ഷോയിൽ സർക്കസ് കാണിക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ഇവന്റെ പേര് കാട്ടുവാസി എന്നൊന്നും അല്ല, ജിംബ്രു എന്നാണ്. മാത്രല്ല ഇവൻ എന്റെ കൂട്ടുകാരനാണ്. പിന്നെ ദാ ഇത് നിങ്ങൾ ഇവനെ ഉപദ്രവിക്കാനായിട്ട് ഇപ്പൊ ശ്രമിച്ചതിന് ഞങ്ങൾക്ക് മാപ്പ് തരണേ. ഒരാൾ അയാളുടെ സമ്മതമില്ലാതെ പിടിച്ചോണ്ട് ജോലി ചെയ്യുന്ന തെറ്റല്ലേ? മാത്രമല്ല താൻ ജിംബ്രുവിനെ സർക്കസിലെ ഒരു ജന്തുവിനെ പോലെ ആക്കാനാ നോക്കിയേ. നിങ്ങൾ ചെയ്ത തെറ്റായ കാര്യം കൊണ്ട് ഇന്ന് സിറ്റി മുഴുവൻ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. ഇൻസ്പെക്ടർ പാണ്ട, ഞങ്ങളുടെ കൺമുന്നിൽ നിന്ന് ഈ 2 ദ്രോഹികളെ വിളിച്ചോണ്ട് പോയട്ടെ. കൂട്ടുകാരെ, ജിംബ്രുവിന് മറ്റൊരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് അവന്റെ വീട്ടിലേക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കണം. കൊച്ചലിയൻ പറയുന്നത് വളരെ ശരിയാണ്. നിർത്ത് നിർത്ത്. എത്തി എത്തി. ഇവന്റെ ഗ്രാമം ഇവിടെയാണെന്നാ തോന്നുന്നത്. ഈ വഴി ഒരിക്കലും ഈ കാർ പോവില്ല. ഇതിലെ നടന്നു പോകാനും വലിയ പാടായിരിക്കും. നമ്മൾ നമ്മുടെ ഈ കൂട്ടുകാരനെ ഇവന്റെ വീട്ടുകാരുടെ അടുത്ത് എത്തിച്ചിട്ട് തിരിച്ചു പോകുന്നുള്ളൂ. ഹണി പറഞ്ഞത് വളരെ ശരിയാണ്. സൗഹൃദം മരണം വരെ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ്. നമ്മൾ കാട്ടിലെത്തി. പക്ഷെ ജുംബ്രുവിനെ വിട്ടതിന് ശേഷം നമ്മൾ എങ്ങനെ ഈ കാട്ടിൽ നിന്ന് പുറത്തു കടക്കും? അതാണോ? അതോർത്ത് വിഷമിക്കണ്ട, നമ്മളെ തിരിച്ചു കൊണ്ടാക്കാൻ ജിംബ്രു വരും. അതെ, അത് നല്ലൊരു ഐഡിയയാ. നമ്മൾ ജിംബ്രുവിനെ വീട്ടിൽ വിടുന്നു, അവൻ നമ്മളെ തിരിച്ച് നാട്ടിലെത്തിക്കുന്നു. Chica chica tap tap. Chica chica. Chica tap chica. Tap chica chica. Huma huma. ഇവര് നമ്മളെ തന്തൂരിയാക്കാനുള്ള പ്ലാൻ വല്ലതും ആണോ? സംശയമുണ്ടോ? കുട്ടികൾ ചേട്ടൻ. എനിക്ക് മനസ്സിലായി, ഈ 2 കൊച്ചുങ്ങളാണ് നിന്റെ ചേട്ടൻ എന്നല്ലേ? ആഹാ, ചേട്ടൻ കുട്ടികൾ. അത് ശരി, അപ്പൊ ചേട്ടനായിരുന്നോ കൊച്ചേ? പക്ഷെ ഇയാളെ കണ്ടിട്ട് കൊച്ചായിട്ട് തോന്നുന്നില്ലല്ലോ. ഇത് ചേട്ടനാണ്, ഇത് ചേട്ടന്റെ കുട്ടികളാണ്. ഹൂമ ഹൂമ. ജിംബ്രു, നിന്നെ പരിചയപ്പെട്ടതിൽ സന്തോഷമുണ്ട്. കൊച്ചളിയ, ജിംബ്രു അവസാനം അവന്റെ ഫാമിലിയെ കണ്ടുമുട്ടി. ഇപ്പൊ അവൻ വളരെ സന്തോഷത്തിലാണ്. കൊച്ചളിയ, ഇത് സന്തോഷിക്കേണ്ട സമയല്ലേ? അപ്പൊ പിന്നെ എനിക്ക് എന്തെങ്കിലും കരച്ചിൽ വരുന്നത്? ഹണി, ഇതിനെ സന്തോഷ കണ്ണീരെന്നാ പറയുന്ന. ചുമ്മാ വന്നോട്ടെ.
കളി തുടങ്ങാം. സംശയമുണ്ടോ? കൊച്ചളിയ പുതിയ ബോൾ കൊണ്ടുവരാം. ഈ ഫുട്ബോൾ ചതഞ്ഞു പോയി. എടാ ഇത് റഗ്ബി ബോളാണ്, ഫുട്ബോൾ അല്ല. പോത്തിനെ കുളിപ്പിച്ചെന്ന് വെച്ച് അത് വെളുക്കാൻ പോകുന്നില്ല. സംശയമുണ്ടോ? പക്ഷെ ഈ കറുത്ത ബോളിനെ നമുക്ക് വേണമെങ്കിൽ വെളുപ്പിക്കാം. എനിക്ക് താ. ഇല്ല. സണ്ണി വേഗം ബോൾ പിടിക്ക്. എന്നെ ഇനി ആർക്കും തടയാൻ കഴിയില്ല. കളിയിൽ ശ്രദ്ധിക്ക, സണ്ണി ബോൾ കൊണ്ട് പോവുകയാണ്. ബോൾ കൊണ്ടുപോകുന്നു വിചാരിച്ചു. ഗോളടിക്കാൻ കരുതിയോ? നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. എടാ കഴുതകളെ, സണ്ണിയെ തല്ലാനല്ല ഞാൻ പറഞ്ഞത്, ബോളിനെ ശ്രദ്ധിക്കാനാണ്. തോത്താറാമിന്റെ കയ്യിൽ നിന്ന് ബോൾ തട്ടിപ്പറിക്ക. അതെ ഭായ്, ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ തട്ടിപ്പറിക്കേ. അടിച്ചു, പൊളിച്ചു, തിമിർത്തു. ജാക്ക് പോട്ട്. ഞാൻ എവിടെയാണ്? എന്താടാ ഈ കാണിക്കുന്നേ? ഇത് റഗ്ബിയാണ്, ബോക്സിംഗ് അല്ല. അറിയാം ഭായ്, ഗോളല്ലേ അടിക്കേണ്ടത്. ഇപ്പൊ അടിച്ച് തകർത്ത് തരാം. ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാ വന്നത്. പക്ഷെ നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ ഉപദ്രവിക്കാൻ നോക്കുകയാണല്ലേ? അല്ല കിറ്റി, ഞങ്ങള് ബോൾ കിക്ക് ചെയ്യായിരുന്നു. നിന്റെ സഹായം ഞങ്ങൾക്ക് എപ്പോഴും വേണ്ടതാണ്. കന്ന സർ ഇതുവരെ ഫോൺ എടുക്കുന്നേ ഇല്ല. ഫോണിന് ഭാരം കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് എടുക്കാത്തത്. നമ്മുടെ പോപ്പട്ടിന് പോലും ലാൻഡ് ലൈൻ ഫോൺ എടുക്കാനേ പറ്റില്ല. രാവിലത്തെ ഫ്ലൈറ്റിന് അദ്ദേഹം ജോയ്നഗറിലേക്ക് പോയതാ. അദ്ദേഹം ഫോൺ എടുക്കുന്നേ ഇല്ല. പക്ഷെ എങ്ങനെയെങ്കിലും ഫോൺ എടുക്കണം. പക്ഷെ ഫോൺ എടുക്കാനായിട്ട് അദ്ദേഹം എന്തിനാ ജോയ്നഗറിലേക്ക് പോയത്? നമ്മുടെ നാട്ടിൽ തന്നെ എത്രമാത്രം ഫോണുകളുണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് എടുത്താ പോരെ? നീ മണ്ടത്തരം പറയുന്ന ഒന്ന് നിർത്ത്. കിറ്റി വല്ലാത്ത ടെൻഷനിലാണ്. എന്തോ സീരിയസ് പ്രശ്നമുണ്ട്. സംശയമുണ്ടോ? അതെ, കന്ന സാറിന്റെ അങ്കിൾ ഏതൊരു ഇമ്പോർട്ടന്റ് ഫോർമുലയായിട്ട് ജോയ്നഗറിലേക്ക് പോയതാണ്. ജോയ്നഗർ ഹോട്ടലിൽ നിന്നും അദ്ദേഹം ഫോൺ ചെയ്തിരുന്നു. ആരോ അദ്ദേഹത്തിന്റെ ഫോർമുല മോഷ്ടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞു. അതിനുശേഷം അങ്കിളിന്റെ ഒരു വിവരം ഇല്ലാത്തോണ്ടാണ് സാറ് ജോയ്നഗറിലേക്ക് പോയത്. ഇപ്പൊ സാറും അങ്കിളും ആരും തന്നെ ഫോൺ എടുക്കുന്നേ ഇല്ല. തീർച്ചയായും എടുക്കും. അത്രയ്ക്കുള്ള ഭാരമൊന്നും ഉണ്ടാവില്ല. രണ്ടുപേർ ചേർന്ന് എടുക്കാൻ പറ്റാത്ത ഫോണുണ്ടോ? ശരിയല്ലേ കൊച്ചളിയ? എടാ, ഫോൺ എടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, പ്രശ്നം കാരണമായിരിക്കും ഫോൺ എടുക്കാതിരിക്കുന്നത്. സംശയമുണ്ടോ? അതെ, അവരെന്തോ വലിയ പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുക. പ്ലീസ് ഹെൽപ്പ് മീ. നീ പേടിക്കണ്ട കിറ്റി, നമുക്ക് ഇന്ന് തന്നെ ജോയ്നഗറിലേക്ക് പോകാം. താങ്ക് യു സോ മച്ച്. ഇതിൽ താങ്ക്സ് പറയാൻ മാത്രം എന്താണുള്ളത്? കൂട്ടുകാരാണ് കൂട്ടുകാർക്ക് ഉപകരിക്കേണ്ടത്. സംശയമുണ്ടോ? ഒരു സംശയമില്ല. ആ ഹോട്ടലിൽ ഞാൻ ഇപ്പൊ തന്നെ ഓൺലൈനിൽ ഞാൻ റൂം ബുക്ക് ചെയ്തേക്കാം.
അതെ, പലചരക്കില്ലാതെ എന്ത് ജീവിതമാണ്? അതില്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കും? അരി, പഞ്ചസാര, ഉള്ളി, മുളക് എല്ലാം വേണമെങ്കിൽ വാങ്ങിച്ചോളൂ സാർ. സാർ ഇപ്പോഴും ഒരു കാര്യം മറന്നു പോവുകയാണ്. അങ്ങൊരു സ്മഗ്ലറാണ്, വെഞ്ഞിന്റെ കടക്കാരനല്ല. നമ്മുടെ അടുത്തുള്ളത് പലചരക്കുമല്ല, രത്നങ്ങളുള്ള ബാഗാണ്. ഈ ബാഗിന് വല്ലാത്തൊരു ഭാരം. അല്പസമയത്തേക്ക് ഈ ബാഗ് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ആ കാര്യം ഞാൻ മറന്നുപോയി. നമ്മുടെ അടുത്തുള്ളത് രത്നങ്ങളുള്ള ബാഗാണ്. Here is the key for room number 666. എന്താ പറഞ്ഞ? ഏതാ റൂം നമ്പർ? 666. നിങ്ങളുടെ ഇംഗ്ലീഷ് തമിഴിനേക്കാളും കഠിനമാണല്ലോ, സംശയമുണ്ടോ? എന്നാ ശരി, ഞാൻ മലയാളത്തിൽ തന്നെ പറയാം. 6th ഫ്ലോറിൽ പോയിട്ട് അവിടുന്ന് നേരെ പോയാൽ റൈറ്റ് സൈഡിലുള്ള റൂമാണ്. മനസ്സിലായല്ലോ? എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം. 6th ഫ്ലോറിൽ ചെന്നിട്ട് റൂം നമ്പർ 666 ആണ്. വരൂ, അങ്കിളിന്റെ മുറിയും ആ ഫ്ലോറിൽ തന്നെയാണ്. അങ്കിളിന്റെ റൂം ഉണ്ടെങ്കിൽ പിന്നെന്തിനാ നമ്മൾ മുറി എടുക്കുന്നേ? വരൂ, മുകളിൽ പോയി അങ്കിളുടെ റൂം നമുക്ക് ചെക്ക് ചെയ്യാം. ഇതെന്താ, രണ്ട് ബാഗ് ഒരുപോലെ ഉണ്ടല്ലോ. ഇതിലിപ്പോ എന്റെ ബാഗ് ഏതെന്ന് എങ്ങനെയാ കണ്ടുപിടിക്കുക? കുത്തി കുത്താനവരമ്പ്, കല്ല് കുത്ത് കരിങ്കുത്ത്. കൊള്ള, അപ്പൊ ഇതായിരുന്നല്ലേ? അപ്പോൾ നമുക്ക് ഡീൽ ഉറപ്പിക്കാം. വേഗം ആ പെട്ടിയെടുക്ക. ഇതാ നിങ്ങൾക്കുള്ള രത്നം. രത്നം എവിടെ? ബാഗ് ചേഞ്ച് ആയെന്ന എനിക്ക് തോന്നുന്നത്. അതാണ് നമ്മുടെ ബാഗ്. അങ്ങോട്ട് നോക്കൂ. മാറി നിൽക്ക. ആരെങ്കിലും ഒന്ന് ബ്രേക്ക് ഇട്. ഇതെന്താണ്? നിങ്ങളുടെ ഹോട്ടലിലെ ഗസ്റ്റിനെ ഇങ്ങനെയാണോ വെൽക്കം ചെയ്യാറ്? വല്ലാതെ അടുത്ത് പോയി വേറെ കൊണ്ടുപോവാ. ബോസ്, കോഫി മറന്നേക്കൂ. ആ പൂച്ച രത്നം കൊണ്ട് ഓടുകയാണ്. ഓ യെസ്, ഞാനത് മറന്നുപോയി. വേഗം വാ. എടാ, സ്റ്റെപ്പിലൂടെ വേഗം പോ. റൂം എവിടെയാണ്? അങ്ങോട്ട് നോക്ക്. വേഗം വാ, അങ്കിളിന്റെ മുറി ഇവിടെ എവിടെയാണ്? ഇതാ നോക്ക്, ഇതാണ് അങ്കിളിന്റെ റൂം. അങ്കിളിന്റെ മുറി എങ്ങനെയാണ് തുറക്കാൻ കഴിയുക? എന്റെ കയ്യിൽ മാസ്റ്റർ കീ ഉണ്ട്. മാസ്റ്റർ കീ എന്ന് വെച്ചാ എന്താണ്? മാസ്റ്റർ കീ എന്ന് വെച്ചാൽ എടാ കഴുതേ, അത് തന്നെയാ ഞാനും ചോദിച്ചത്. സ്കൂൾ മാസ്റ്ററോ, ട്യൂഷൻ മാസ്റ്ററോ, ഡ്രോയിങ് മാസ്റ്ററോ, അവരെ വെച്ചെങ്ങനെ ഡോർ തുറക്കാൻ പറ്റും? എടാ കീ, മാസ്റ്റർ കീ, താക്കോൽ. ഇത് വെച്ച് ഏത് പൂട്ട് വേണമെങ്കിലും തുറക്കാം. സംശയമുണ്ടോ? പോപ്പട്ടി, വേഗം ഒന്ന് തുറക്ക്. സോറി, ഞങ്ങൾ അറിയാതെ നിങ്ങളുടെ റൂമിലേക്ക് വന്നുപോയി. ഇതാണ് അങ്കിളിന്റെ റൂം. കിറ്റി, നന്നായിട്ട് നോക്ക്. ഇത് അങ്കിളൊന്നും അല്ല, വേറെ ആരോ ആണ്. ഞങ്ങളുടെ അങ്കിൾ എവിടെയാണെന്ന് പറ. അയാൾ ഞങ്ങളുടെ അടുത്തുണ്ട്. എവിടെ അദ്ദേഹം? അത് ഞങ്ങൾ പറയത്തില്ല. ഇവരാണ് അങ്കിളുടെ കിഡ്നാപ്പ് ചെയ്തവർ. അദ്ദേഹം എവിടെയാണെന്ന് ഇവരെ കൊണ്ട് പറയിക്കാം. പിടിക്കവരെ.
എടാ എന്റെ കൂട്ടുകാരനെ തല്ലുന്നോ? ഹേയ്! തങ്കത്തിമിത്തം ഇതാ എന്റെ താളം തെറ്റി. ഇതെങ്ങനെയുണ്ട്? പിടിക്കവരെ. അവരെ പിടിച്ചാൽ മാത്രമേ അങ്കിൾ എവിടെന്ന് അറിയാൻ പറ്റൂ. അവരതാ ഓടുന്നു. പിടിക്കവരെ. അവർ രക്ഷപ്പെട്ട് ഓടുകയാണ്. എന്റെ പൊന്നെ, അവരോടുന്നത് കൊണ്ട് നമുക്കെന്താ പ്രശ്നം? നമുക്ക് വേണ്ടത് രത്നമല്ലേ? ബോസ് മറന്നോ, അവർ നമ്മുടെ രത്നവും കൊണ്ടാണ് ഓടുന്നത്. പിന്നെ എന്തിനാണ് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? വേഗം പോയി പിടിക്കാൻ. Stupid, idiot. ഒന്നുമില്ലാത്ത പ്ലേറ്റ്. ഡിഷസ് എവിടെ? ബോസ് ഡിന്നർ കഴിക്കാനല്ല, നമ്മൾ രത്നം തേടി വന്നതാണ്. പിന്നെ നീയൊക്കെ ഇവിടെ എന്തെടുക്കാ? വേഗം ജ്വല്ലറി ഷോപ്പിലേക്ക് പോ. എവിടെയാ ഉമാർ? നമ്മുടെ രക്തവും അടിച്ചോണ്ട് പോയ ഉമാർ എവിടെയെന്ന് പറ. അതാ പോകുന്നു. ഇവരെ കൊണ്ട് മാത്രമേ കന്നാ സാറും അങ്കിളും എവിടെയാണെന്ന് പറയാൻ കഴിയൂ. അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. വേഗം വന്ന് സ്ട്രെച്ചർ എടുത്ത് മാറ്റ്. നമ്മൾ ഈ ഹോസ്പിറ്റലിൽ എന്തെടുക്കുകയാണ്? നമ്മൾ ഹോട്ടലിൽ രത്നവ്യാപാരത്തിന് വേണ്ടി വന്നതല്ലേ? എടോ മരമണ്ട, നമ്മൾ ഹോട്ടലിൽ തന്നെയാണുള്ളത്. അത് ശരി. അപ്പോൾ രത്നം എവിടെ? അത് അവരെടുത്തുകൊണ്ട് ഓടുകയാണ്. വേഗം പിടിക്ക്. എന്തായി ചെയ്യുന്നത്? വല്ലാത്ത തണുപ്പ്. വേഗം വന്ന് AC ഓഫ് ചെയ്യ്. എനിക്ക് തണുപ്പടിച്ചാൽ പിന്നെ ഉറക്കം വരികയില്ല. ഓ, ഉറങ്ങാനല്ല, നമ്മുടെ രത്നം എടുത്തുകൊണ്ട് പോകുന്നവരെ നമുക്ക് എത്രയും പെട്ടെന്ന് പിടിക്കണം. വേഗം. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഓടുന്നത്? എത്ര ഭംഗിയുള്ള ചിത്രശലഭങ്ങൾ. ഇതിനെ കണ്ടപ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷം. ഇത് അതിമനോഹരമായിരിക്കുന്നു. ഇതിനെയെല്ലാം പിടിച്ച് ഇതിന്റെ കൂടെ കളിക്കാനാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ബോസ്, നമ്മൾ ചിത്രശലഭം പിടിക്കാനല്ല, ആ രത്നങ്ങൾ എടുക്കാനാണ് വന്നത്. ഓ, വീണ്ടും മറന്നോ? അതെയോ? എങ്കിൽ പിടിക്കവരെ. അവർ രക്ഷപ്പെട്ടു. അടിച്ചു പൊളിച്ചു തിമിർത്തോ. രണ്ടുപേരോട് രക്ഷപ്പെട്ടപ്പോൾ പിന്നിൽ നിന്നും ഇത്രയും പേര് വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇതും അവരുടെ ആൾക്കാരാണെന്നാ.
മുഴുവൻ ഗന്നും ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങളുടെ അങ്കിൾ എവിടെയാണെന്ന് ഒന്ന് വേഗം പറയേ. മോനെ, അങ്കിൾ ഭ്രാന്താശുപത്രിയിലാണ്. എന്ത്? നിങ്ങളപ്പോൾ അങ്കിളിനെ പ്രാന്താശുപത്രിയിൽ പൂട്ടിയിട്ടെന്നാണോ പറയുന്നത്? എന്ത് ചെയ്യാനാ, അങ്കിൾ എന്റെ മമ്മിയെ പിടിച്ച് കടിച്ചു മോനെ. അല്ല, കന്നാ സാറിന്റെ അങ്കിള് നിങ്ങളുടെ മമ്മിയെ കടിച്ചെന്നോ? കന്നാ സാറിന്റെ അങ്കിളല്ല, സിംഗ് സാറിന്റെ അങ്കിളാണ്. അല്ല, ആരാണ് ഈ സിംഗ് സാർ? പേരെവിടെയോ കേട്ടതുപോലെ ഉണ്ടല്ലോ. അങ്ങാണ് സിംഗ് സാർ. ഓ യേസ്. ഇപ്പഴാ ഒരു കാര്യം ഓർമ്മ വന്നത്, എന്റെ അച്ഛനും ഒരു സിംഗ് ആണ്. സിംഗിന്റെ മകൻ സിംഗ് ആകാതെ പിന്നെ സിന്ധുബാദ് ആകാൻ കഴിയുമോ? അങ്ങയുടെ മുത്തശ്ശനും സിംഗ് തന്നെയാണ്, സംശയമുണ്ടോ? ബോസ്, നിങ്ങൾ എന്റെ കുടുംബ കഥ പറഞ്ഞോണ്ടിരിക്കുന്നത്. നമ്മൾ വന്നത് ബാഗ് വാങ്ങാൻ വേണ്ടിയാണ്. ഓ യേസ്, അവന്റെ കയ്യിൽ നിന്ന് ബാഗ് പിടിച്ചു വാങ്ങിക്ക. ഞാനിത് തരില്ല. ബണ്ണി, ബാഗ് പിടിക്ക. എന്താ രക്ഷപ്പെട്ട് പോകാമെന്ന് കരുതിയോ? എന്നാ പിടിച്ചോ, എങ്ങനെയുണ്ട്? വല്ലാത്ത കനം തന്നെയാണ്. ബാഗ് എനിക്ക് താ. ഇതെന്റെ ബാഗാണ്, ഇങ്ങ തരൂ. സോറി, ഇതാ വെച്ചോളൂ. എന്തായി കാണിച്ചേ? രത്നമുള്ള ബാഗ് തിരിച്ചു കൊടുത്തോ? അയ്യോ, ഞാൻ വീണ്ടും മറന്നുപോയി. പിടിക്കൂ. ജോണി, നാടു റോഡിൽ ഗുണ്ടായുസം കാണിച്ചുകൊണ്ടിരിക്കുകയാണോ? എല്ലാവരെയും പിടിക്ക്, വേഗം പിടിക്ക്. നന്നായി ഇൻസ്പെക്ടർ പാണ്ട, നിങ്ങൾ എന്തായാലും എത്തിയല്ലോ. അല്ല, നിങ്ങൾ ഇവിടെ എന്തെടുക്കുകയാണ്? കൂട്ടുകാരെ, ഞാൻ ഈ സിറ്റിയുടെ നിയമപാലകനാണ്. പേര് ഡി പാണ്ട, ദിലീപ് പാണ്ട. കുറ്റവാളികൾ എന്നെ ഡേഞ്ചറസ് പാണ്ട എന്ന് വിളിക്കും. അപ്പൊ അങ്ങ് ഞങ്ങളുടെ പാണ്ടയല്ലേ? അല്ല. പക്ഷെ പാലൻപൂരിൽ നിങ്ങൾ വേറെ പേരാണല്ലോ പറഞ്ഞത്. അതെന്റെ സഹോദരൻ ബി പാണ്ടയാണ്, എന്നാൽ ഞാൻ ഡി പാണ്ടയാണ്. ബി കഴിഞ്ഞ ഉടൻ തന്നെ ഡിയോ. അപ്പൊ സി എവിടെ പോയി? എടാ കൊച്ചനെ, അവൻ ഡൽഹിയിലാണ്. ഞങ്ങൾ സഹോദരങ്ങളെല്ലാം പോലീസിലാണ്. സാർ, ഗുണ്ടകൾ ഇവരാണ്, ഞങ്ങൾ നല്ലവരാണ്. 4 ദിവസം അകത്ത് കിടന്നാലേ ആരാണ് ഗുണ്ടകൾ ആരാണ് നല്ലവരെന്ന് അറിയാൻ കഴിയാം. നിങ്ങൾ ഞങ്ങളെ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്കിളിനെ രക്ഷിക്കാൻ കഴിയില്ല, സംശയമുണ്ടോ? അപ്പൊ ഒറ്റ ഐഡിയ ഉള്ളൂ, ഓടിക്കോ. എടാ നിക്ക് നിക്ക്. അവിടെ കിടക്കാതെ വേഗം പോയി പിടിക്ക്. എടാ നിൽക്ക് നിൽക്ക്. എടാ അങ്ങോട്ട് നോക്ക്, അവിടെ ഒരു പഴയ വീട് കാണുന്നുണ്ട്. അവിടെ ആരുണ്ടാകാൻ വഴിയില്ല. വേഗം വാ, നമുക്ക് ഇന്ന് രാത്രി അവിടെ തങ്ങാം. താങ്ക് ഗോഡ്, എങ്ങനെയോ രക്ഷപ്പെട്ടു. ഇപ്പോൾ നമ്മൾ സേഫ് ആണ്, സംശയമുണ്ടോ? ഞാൻ നോക്കിയിട്ട് ഇവിടെ എങ്ങും സേഫ് കാണുന്നില്ല. എവിടെയെന്ന് കാണിക്കേ, ഞാനൊന്ന് നോക്കട്ടെ. കൊച്ചളിയാ, നീ എങ്ങാനും കണ്ടിരുന്നോ? എടാ കഴുതേ, അങ്ങനെയല്ല പറഞ്ഞത്. സേഫ്, നമ്മൾ രക്ഷപ്പെട്ടു എന്നാ പറഞ്ഞത്. നമ്മളെ ഇവിടെ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. നമ്മൾ ഇവിടെ തന്നെ നിന്നാ പിന്നെ നമ്മൾ അന്വേഷിച്ചു വന്നവരെ ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല. പോലീസ് നമ്മുടെ പുറകെ തന്നെയുണ്ട്, സംശയമുണ്ടോ? പോലീസിനോട് ഇക്കാര്യം പറയുന്നത് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവര് വിശ്വസിക്കില്ല, കാരണം നമ്മൾ അവരുടെ അടുത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കിയില്ലേ. ആ ഇൻസ്പെക്ടർ നമ്മെ അകത്തിടാൻ വേണ്ടി നോക്കിയതാണ്. അപ്പോ കിറ്റി, നമ്മളിപ്പോ ഗുണ്ടകളും പോലീസും തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ജീവിതകാലം മുഴുവൻ ഇവിടെ തന്നെ താമസിക്കേണ്ടി വരുമോ? അല്ല, അവർ നമ്മളെ കണ്ടുപിടിക്കാത്തത് പോലെ നമ്മൾ ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്യണം. എന്നാ നമുക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്താലോ?
കൊച്ചളിയ എനിക്ക് സൽമാൻ ഖാന്റെ മുഖം മതി കേട്ടോ. എനിക്ക് അദ്ദേഹത്തെ ഒത്തിരി ഇഷ്ടമാണ്. എല്ലാരും കൂടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ നീ ഇവിടെ കിടന്ന് തമാശ പറയാണല്ലേ? തമാശ പറഞ്ഞതല്ല, ഐ എം സീരിയസ്. ഐ ലവ് സല്ലു. എന്നെ കണ്ട അദ്ദേഹത്തെ പോലെ തന്നെ ഉണ്ടല്ലേ? എടാ കഴുതേ, നമ്മൾ ഗുണ്ടകളെ തെരയുകയാണ്. നമ്മളെ ആണെങ്കിൽ പോലീസ് തെരയുന്നു. സംശയമുണ്ടോ? നമ്മൾ ഗുണ്ടകളുടെ പുറകിൽ, പോലീസ് നമ്മുടെ പുറകിൽ. മലയാള സിനിമയ്ക്ക് പറ്റിയ ടൈറ്റിലാ. ബണ്ണി, പ്ലാൻ എന്താന്ന് പറയാ? അങ്കിളിനെയും കണ്ണാ സാറിനെയും ആ ഗുണ്ടകൾ തന്നെയാ കിഡ്നാപ്പ് ചെയ്തത്. പിന്നീട് ആ ഗുണ്ടകൾ റൂമിൽ വന്ന് എന്തോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഫോർമുല കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഫോർമുല എവിടെ? എനിക്ക് തോന്നുന്നത് ഫോർമുല അങ്കിളുടെ ഹോട്ടൽ റൂമിൽ തന്നെ ഉണ്ടാവും. വേഗം വാ, നമുക്ക് പോയി അന്വേഷിക്കാം. ശരി. പോലീസിനും ഗുണ്ടകൾക്കും നമ്മളെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മൾ ഫേസ് മാറ്റിവെച്ച് പോകണം. അത് ശരിയാ, പോകാം. ഇപ്പോൾ വേണ്ട, നമ്മളെല്ലാവരും നാളെ രാവിലെ ഹോട്ടലിലേക്ക് പോവാം. എന്നാൽ ഫേസ് മാറ്റാൻ എന്താണ് ചെയ്യുക? നമുക്ക് അങ്കിളുടെ വീട്ടിലേക്ക് പോകണം. ആർക്കും സംശയം ഉണ്ടാകാൻ പാടില്ല. കൊച്ചളിയ, അങ്ങനെയാണെങ്കിൽ പോപ്പറ്റിനെ പുറത്താക്ക്. സംശയം തോന്നുന്നത് എപ്പോഴും അവനാണ്. എപ്പോഴും ചോദിക്കും സംശയമുണ്ടോ? അത് കേൾക്കുമ്പോ എല്ലാവർക്കും സംശയം തോന്നും. നിന്റെ മണ്ടത്തരം കാരണം നമ്മൾ കുടുങ്ങും. സംശയമുണ്ടോ? നിങ്ങൾ ഇവിടേക്ക് വരുമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. വെൽക്കം സർ, വെൽക്കം. എന്താണ് വേണ്ടത്? ചായയാണോ കാപ്പിയാണോ? അല്ല, ബോസാണ്. നമ്മൾ ഇവരെ പിടികൂടാനാണ് വന്നത്. അത് തെറ്റാ. ഞങ്ങള് വേഷം മാറി വന്നിരിക്കുക. നിങ്ങൾക്ക് ഞങ്ങളെ കണ്ടുപിടിക്കാൻ കഴിയില്ല. നിങ്ങൾ വേഷം മാറി, എന്നാൽ ബാഗിനെ മാറ്റാൻ മറന്നല്ലോ. ഓടിക്കോ. സെക്യൂരിറ്റി, പിടിക്കവരെ. വേഗം പോലീസിനെ വിളിക്ക്. യെസ് സർ. എക്സ്ക്യൂസ് മീ, നമ്മൾ എന്തിനാ ഈ ഡ്രസ് ഇട്ടുകൊണ്ട് സ്വിമ്മിംഗ് ചെയ്യുന്നത്? നമ്മൾ സ്വിമ്മിംഗ് ചെയ്യുകയല്ല, സ്വിമ്മിംഗ് പൂളിൽ വീണതാണ്. വേഗം കേറ്. അവരെ വേഗം പിടിക്കേ. അകത്തേക്ക് പോ. എക്സ്ക്യൂസ് മീ, എന്റെ ഓർഡർ വേഗം എടുത്തുകൊള്ളൂ. ഇന്നത്തെ പാർട്ടി എന്റെ വകയാണ്. പാർട്ടിയല്ല വേണ്ടത്, രത്നമാണ് വേണ്ടത്. ഓടിക്കോ. വല്ലാതെ ചിരി വരുന്നുണ്ടോ? നോ സാർ. എന്നോടാണോ കളി? എന്നോട് കളി വേണ്ട.
അവരോടി രക്ഷപ്പെടുകയാണ്. പിടിക്കവരെ. അവർ വീണ്ടും രക്ഷപ്പെട്ടു. ആ വണ്ടി നിർത്ത്, നിർത്താൻ. ഓടിക്കോ പോലീസ്. അവരെ പിടിക്കണം സാർ. ഇവര് ഹോട്ടൽ മുഴുവൻ നശിപ്പിച്ചിരിക്കുകയാണ്. മനസ്സിലായി. കുറ്റവാളികൾ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. ആദ്യം ഈ ഹോട്ടൽ നശിപ്പിച്ചവരെ ഞാൻ വെറുതെ വിടില്ല. അവരെ വേഗം പിടിക്ക്, വേഗം. സാറേ, ഞങ്ങൾ നിരപരാധികളാണ്. ഞങ്ങൾ ഇവിടെ അങ്കിളിനെ അന്വേഷിച്ച് വന്നാണ്. ദേ നോക്ക്, ഞാനാണ് ഇവിടെ പോലീസ്. അതുകൊണ്ട് അന്വേഷിക്കേണ്ടത് ഞാനാണ്. അത് അങ്കിളാണെങ്കിലും ശരി, ആന്റി ആണെങ്കിലും ശരി, അമ്മ അവനാണെങ്കിലും ശരി. ഇവരെ പിടിച്ചോണ്ട് പോകൂ, പിടിച്ചോണ്ട് പോകൂ. അവിടെ കിടന്നോ, വേണ്ടി പോകരുതാ. ഇൻസ്പെക്ടർ ഡി പാണ്ട, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. ദേ നോക്ക്, നിങ്ങൾ തെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ ശിക്ഷ. എന്നാൽ നിങ്ങൾ തെറ്റ് ചെയ്തിരുന്നുവെങ്കിൽ എന്റെ സ്വഭാവം നിങ്ങൾ അറിയുമായിരുന്നു. നിർത്തൂ, നിർത്തൂ. വണ്ടി നിർത്തൂ. ഞാൻ കവിത പറയില്ല, ആരും കൈയടിക്കണ്ട. എവിടെ പോയി? ഞാൻ വണ്ടിയുടെ ശബ്ദം കേട്ടതാണല്ലോ. അല്ല സുഹൃത്തെ, ആരാണ് താൻ? ഇപ്പൊ പപ്പടം പൊടിയും പോലെ താൻ ടയറിനിടയിൽപ്പെട്ട് പൊടിഞ്ഞു പോകുമായിരുന്നു. ഇത് എന്റെ കന്നാ സാറാണ്. താനെന്താണോ നീതി ദേവതയാണെന്ന് വിചാരിച്ചോ? ഈ കറുത്ത തുണി താനെന്തിനാണ് കണ്ണിൽ കെട്ടിയിരിക്കുന്നത്? ഇദ്ദേഹത്തിനെ കിഡ്നാപ്പ് ചെയ്തതാ. ദേ നോക്ക്, നിന്റെ കാൽ താഴെയെങ്ങാനും വെച്ചാൽ, ശരിക്ക് കേട്ടോ, നിനക്ക് നടക്കാൻ കാലുണ്ടാവില്ല. ഞാൻ അതിനെ കട്ട് ചെയ്തെടുക്കും. സാമ്പാർ വെക്കണമെങ്കിൽ നല്ല ഒന്നാം തരം മുരിങ്ങയ്ക്ക വേണം. ഇൻസ്പെക്ടർ പാണ്ട, എനിക്ക് നിങ്ങളുടെ സഹായം വേണം. അടികൈ. അടിക്കാം, തീർച്ചയായും അടിക്കാം. എന്നാൽ സ്ഥലം ഞങ്ങളുടെ ആയിരിക്കണം, സമയവും ഞങ്ങളുടെ ആയിരിക്കണം, കൂടാതെ നല്ല മൂഡും ഉണ്ടായിരിക്കണം. ഇൻസ്പെക്ടർ പാണ്ട, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇത് നമ്മുടെ ഇൻസ്പെക്ടർ പാണ്ഡയല്ല, അദ്ദേഹത്തിന്റെ സഹോദരൻ ഡി പാണ്ഡയാണ്. ഓ സർ, ഇവര് ഞങ്ങൾ കള്ളന്മാരാണെന്ന് കരുതി പിടിച്ചോണ്ട് പോവാ. പ്ലീസ് ഞങ്ങളെ രക്ഷിക്കൂ. പനി വന്നാൽ കഴിക്കേണ്ടത് നല്ല മരുന്നാണ്. ഇൻസ്പെക്ടർ സാറേ, ഇവരെ വിട്ടേക്കൂ. ഇവർ കുട്ടികളാണ്. അടികൈ. താൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ടല്ലോ, അത് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമല്ല. സാധനങ്ങളൊക്കെ പൊട്ടിച്ചു, അതിന്റെ കാശ് കൊടുത്തേ മതിയാകൂ. സാർ, അങ്കിൾ കിഡ്നാപ്പ് ആയിരിക്കുകയാണ്. ഞങ്ങൾ അവരെ അന്വേഷിക്കുകയായിരുന്നു. ആ കിഡ്നാപ്പേഴ്സ് ഞങ്ങളെ പിന്തുടരുകയായിരുന്നു. അവൻ പറഞ്ഞത് ശരിയാണ്. അങ്കിൾ ഗുണ്ടകളുടെ സങ്കേതത്തിലാണ്. ഞാൻ വളരെ പ്രയാസപ്പെട്ടാണ് രക്ഷപ്പെട്ടത്. അത് ശരി. അദ്ദേഹത്തെ കിഡ്നാപ്പ് ചെയ്ത് എവിടെയാണ് വെച്ചിരിക്കുന്നത്? അതറിയില്ല സാർ, കാരണം അവരെന്നെ കണ്ണു കിട്ടിയാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. പക്ഷെ രക്ഷപ്പെട്ടു വന്നപ്പോൾ ആ സ്ഥലം കണ്ടു കാണുമല്ലോ, സംശയമുണ്ടോ? എടാ, അത് പിന്നെ എന്റെ കണ്ണിൽ കെട്ടിയിരുന്ന തുണി ശകലം നീങ്ങിയപ്പോഴാണ് ഞാൻ രക്ഷപ്പെട്ടത്. വഴി മാത്രം കാണാൻ പറ്റിയത് കൊണ്ട് ഞാൻ ഓടിപ്പോന്നു.
കേട്ടല്ലോ. നിങ്ങൾ എല്ലാവരും എന്നെയല്ലേ കഴുതാന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് തുണിയെടുത്ത് കളഞ്ഞൂടായിരുന്നോ? ഭൂകമ്പത്തിൽ കെട്ടിടങ്ങളെല്ലാം തകർന്നു. പേടിയിൽ ഞാൻ തുണിയെടുത്ത് മാറ്റാൻ മറന്നു. അടികൈ. ഇൻസ്പെക്ടർ പാണ്ട കണ്ടോ അങ്കിളിനെ അന്വേഷിച്ചു വന്ന കാര്യം? ഇപ്പോഴെങ്കിലും അങ്ങക്ക് മനസ്സിലായല്ലോ. പ്ലീസ് പ്ലീസ് ഞങ്ങളെ വിട്ടേക്കൂ. ദാ നോക്ക്, ഒരുപാട് നഷ്ടങ്ങൾ ഹോട്ടലിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് പോലീസ് കേസാണ്, ഞങ്ങൾക്ക് വിടാൻ കഴിയില്ല. എങ്കിൽ പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ. കണ്ണാ സാറേ ഓടിക്കോ. നിൽക്ക്, വെടിവെക്കരുത്. അവര് കുട്ടികളാണ്. ചെന്നവരെ കണ്ടുപിടിക്ക്. രാവിലെ എഴുന്നേറ്റാൽ കുടിക്കണം നല്ല ചായ. ഇനി ഒരടി പോലും എനിക്ക് ഓടാൻ വയ്യ. അടികൈ. നമ്മൾ ഒരുപാട് അകലെയെത്തി. ഇനി അവർക്ക് നമ്മളെ കണ്ടുപിടിക്കാൻ കഴിയില്ല. സർ, അവരെങ്ങനെയാണ് സാറിനെ കിഡ്നാപ്പ് ചെയ്തത്? എന്റെ കിറ്റി, ഞാൻ എന്റെ അങ്കിളിനെ അന്വേഷിച്ചാണ് ഈ സ്ഥലത്തേക്ക് എത്തിയത്. ഞാൻ അങ്കിളിനെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോ ഫോർമുല എന്റെ കയ്യിലാണെന്ന് കരുതിയാണ് അവന്മാർ എന്നെയും കിഡ്നാപ്പ് ചെയ്തത്. ഫോർമുല ഫോർമുല ഫോർമുല. യഥാർത്ഥത്തിൽ ഈ ഫോർമുല എന്ത് ഫോർമുലയാണ്? അങ്കിൾ പുതുതായിട്ട് ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നമ്മുടെ മെമ്മറി ലോസ് ആവും. ഓ അത് ശരി, ഇപ്പോഴാ കാര്യം പിടികിട്ടിയേ. അപ്പോൾ ആ ഗുണ്ടകൾക്ക് ആ മരുന്ന് വേണം. ആരടുത്തെങ്കിലും മോഷ്ടിച്ചിട്ട് ആ മരുന്ന് അവരെ കുടിപ്പിക്കും. മോഷണം പോയവർ മറക്കുകയും ചെയ്യും. മോഷ്ടിച്ചത് ആരാണെന്ന് അറിയുകയുമില്ല. ഭൂമിയിൽ നിന്ന് ആരാണ് ആദ്യം ചന്ദ്രനിലേക്ക് ചെന്നത്? ഗുണ്ടകൾക്ക് അതുകൊണ്ടാണ് ഫോർമുല വേണ്ടത്. അടികൈ. ആ ഫോർമുല എന്റെ പക്കലുണ്ട്. ഞാൻ കള്ളം പറഞ്ഞതാണ്. എന്നാൽ ഈ കാര്യം നമ്മൾ ഗുണ്ടകളുടെ അടുത്ത് എത്തിക്കണം. ഫോർമുല എന്റെ കയ്യിലുണ്ടെന്നുള്ള കാര്യം ഇതറിയുമ്പോൾ ഗുണ്ടകൾ എന്റെ പുറകെ വരും. അപ്പോൾ നമുക്ക് അങ്കിളിനെ രക്ഷപ്പെടുത്താം. എന്നാൽ ഇക്കാര്യം എങ്ങനെയാണ് നമുക്ക് അവരെ അറിയിക്കാൻ കഴിയുക? TV മുഖേന. പ്രശസ്ത സയന്റിസ്റ്റ് കന്ന കടത്തപ്പെട്ടിരിക്കുന്നു ഒരു ഫോർമുലയ്ക്ക് വേണ്ടി. എന്നാൽ ആ ഫോർമുല ഇപ്പോൾ ബണ്ണിയുടെ പക്കലുണ്ട്. എത്ര മണ്ടന്മാരായ കിഡ്നാപ്പേഴ്സാണ് ഒരു ഫോർമുലയ്ക്ക് വേണ്ടി സയന്റിസ്റ്റിനെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. യഥാർത്ഥ മണ്ടൻ അങ്ങാണ് ബോസ്. സയന്റിസ്റ്റ് കനിയെ കിഡ്നാപ്പ് ചെയ്തത് നമ്മളാണ്. അങ്ങ് എന്താ അത് മറന്നുപോയോ? ഓഹോ, ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. ഞാൻ ഇന്നലെ മുതൽ ടെൻഷനിലാണ്. ഇങ്ങനെ എന്തിനാണ് ഇവിടെ കെട്ടിവെച്ചിരിക്കുന്നതെന്ന്. ബോസ്, അങ്ങയുടെ ഈ ഓർമ്മക്കുറവ് കാരണം ഒരു ദിവസം നമ്മൾ വലിയ ആപത്തിൽ ചെന്ന് ചാടും. എന്നാൽ എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നു. ഫോർമുല വെച്ചിരിക്കുന്ന അവരിപ്പോൾ TV സ്റ്റേഷനിലാണ് ഉള്ളത്. നമ്മുടെ ആൾക്കാരെ അയച്ച് ഉടൻ തന്നെ അവരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവരൂ. ഗോ. ഐ സെഡ് ഗോ. ഈ വാർത്ത ആദ്യമായി നമ്മുടെ ചാനലിലാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. അത് നിങ്ങൾ ഓർക്കുക. പിന്നെ മിസ്റ്റർ ബണ്ണി, അദ്ദേഹത്തിന്റെ കൂട്ടുകാർ കിഡ്നാപ്പ് ചെയ്ത സയന്റിസ്റ്റിന്റെ അനന്തരവൻ എല്ലാവരും ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിലുണ്ട്. മഴവെള്ളം കണ്ടാൽ മുറുക്കി ഉടുക്കണം മുണ്ട്. എന്തിനു വേണ്ടിയാണോ അങ്കിളിനെ കിഡ്നാപ്പ് ചെയ്തത് ആ ഫോർമുല ഞങ്ങളുടെ കയ്യിലുണ്ട്. അടികൈ. ശരി മിസ്റ്റർ ബണ്ണി, ഈ ഫോർമുലയിൽ അങ്ങനെ എന്താണ് ഉള്ളത്? ഇത് വളരെ രഹസ്യമാണ്. ഈ ഫോർമുല ഞങ്ങൾ ആർക്കും കൊടുക്കില്ല. ആ ബാഗ് പൂച്ചയുടെ കയ്യിലാ ഉള്ളത്. ആ പൂച്ചയാണെങ്കിൽ TV സ്റ്റേഷനകത്താ ഉള്ളത്. വേഗം വാ, നമുക്ക് TV സ്റ്റേഷനിലേക്ക് പോകാം. എല്ലാവരും വേഗം വരൂ. നമുക്ക് ഉടൻ TV സ്റ്റേഷനിൽ എത്തണം. എന്നിട്ട് കുറ്റവാളികളെ നമുക്ക് അറസ്റ്റ് ചെയ്യണം. വരൂ. രാത്രിയിൽ എന്തിനാണ് കള്ളൻ വീട് കയറി കക്കുന്നത്? ഒരാവശ്യവുമില്ല. നമ്മൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അടികൈ. അത് അവർ വന്ന് നമ്മളെ കൊണ്ടുപോകാനാ. ഈ അവർ ആരാണ്? അവർ തന്നെ, അങ്കിളിനെ കിഡ്നാപ്പ് ചെയ്ത അവർ തന്നെ. ഒരു പ്രശ്നം ഉണ്ടാക്കാതെ മര്യാദക്ക് വാനിൽ കയറിയിരിക്കുക. എന്തിന്? നിങ്ങളെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്യുകയാണ്. കൊച്ചളിയാ, ഇവർ കിഡ്നാപ്പ് ചെയ്യാൻ വന്നിരിക്കുക. എടാ വേണ്ട.
എടാ വേണ്ട, എടാ നിൽക്ക്. ഇവരെ നമ്മൾ അങ്കിളുടെ അടുത്തേക്ക് കൊണ്ടുപോകുള്ളൂ. കൊച്ചളിയ, ഇവർ നമ്മളെ കിഡ്നാപ്പ് ചെയ്യാൻ പോവാണ്. ഈ കിഡ്നാപ്പ് നടക്കാൻ പാടില്ല. ഇവരുടെ പ്രശ്നം എന്താണ്? ഇവരെന്തിനാ നമ്മളെ രക്ഷിക്കുന്നേ? ഒരു മിനിറ്റ്, ഇവരുമായിട്ട് നമ്മൾ ഇതിന് അടി ഉണ്ടാക്കുന്നേ? രത്നത്തിന് വേണ്ടിയാണ് ബോസ്. അത് ശരി, രത്നം വെച്ച് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ആദ്യം അതൊന്ന് പറഞ്ഞു തരൂ. ഇങ്ങനെ കൊണ്ട് തോറ്റു. അത് നമുക്ക് വിൽക്കേണ്ടതാണ്. കാശ് കിട്ടുന്ന കാര്യമാണ്. ഓ യാ, എനിക്കിപ്പോഴാണ് കാര്യം ഓർമ്മ വന്നത്. കൊല്ല ബോസ്, ഞങ്ങൾ നിങ്ങളുടെ ആൾക്കാരാണ്. സോറി സോറി, എന്നോട് ക്ഷമിക്ക്, ഞാൻ മറന്നുപോയി. വേഗം വണ്ടി ഓടിക്ക. ഈ റേസ് നമുക്ക് തന്നെ ജയിക്കണം. അവരുടെ മുമ്പിൽ പോ, മുമ്പിൽ പോ. റേസ് അല്ല ബോസ്, നമ്മൾ അവരെ പിന്തുടരുക. നമ്മുടെ രത്നങ്ങളെല്ലാം അവരുടെ വാനിലാ ഉള്ളത്. അതാ പോകുന്നു, വേഗം പുറകെ പോ. സബാഷ്. ബൈ ദ ബൈ, ആരാണ് ഇവരൊക്കെ? ഫോർമുല കയ്യിൽ വെച്ചിരിക്കുന്നത് ഇവരാണ് ബോസ്. അല്ല, എന്ത് ഫോർമുല? അങ്ങ് വീണ്ടും മറന്നു. നമുക്ക് ഓർമ്മ കെടുത്താനുള്ള ഫോർമുല വേണം ബോസ്. എന്റെ ഓർമ്മ ഇപ്പോൾ തന്നെ പോയി കിടക്കുകയല്ലേ. പിന്നെ ആ ഫോർമുല വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാണ്? ജനങ്ങളെ കൊള്ളയടിച്ച് നമുക്ക് അവരുടെ ഓർമ്മകളെല്ലാം നശിപ്പിക്കണം. ഓക്കെ, എനിക്ക് വേണം ആ ഫോർമുല. എടാ ബന്നി, ആ ഫോർമുല ഇവർക്ക് കൊടുക്കരുതാ. എനിക്ക് ഫോർമുല വേണം. ആദ്യം അങ്കിളിനെ വെറുതെ വിട്. എന്നോട് തന്നെ ആജ്ഞാപിക്കുകയാണോ? ഇന്ധനമൊഴിച്ച് വാഹനങ്ങൾ ഓടിക്കൂ. അങ്കിളിനെ വിട്ടില്ലെങ്കിൽ ഫോർമുല ഞങ്ങൾ നശിപ്പിക്കും. അടികൈ വേണ്ട, അങ്ങനെ ചെയ്യരുത്. ഫോർമുല നശിപ്പിക്കരുത്. ഇദ്ദേഹത്തെ ഉടൻ തന്നെ വിട്ടയച്ചേക്കൂ. കൊച്ചളിയ, ഇവര് അങ്കിളിനെ സ്വതന്ത്രനാക്കാൻ പോവാണല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യാ? നിന്റെ കയ്യിലാണെങ്കിൽ ഫോർമുലയൊന്നും ഇല്ലല്ലോ. എന്താ പറഞ്ഞത്? എല്ലാവരെയും ബന്ദിയാക്കൂ. ഓടിക്കോ, പിടിക്കൂ. ഞാൻ പണ്ടേ വാങ്ങിച്ചു നല്ലൊരു ബ്ലാക്ക് ബെൽറ്റ്. എന്റെ അടുത്ത് വേണ്ട നിങ്ങളുടെ ഫൈറ്റ്. എന്റെ അമ്മച്ചിയേ, Let's continue. ഓടിക്കോ.
എന്റെ അടുത്തേക്ക് വരരുത്, എന്റെ കയ്യിൽ തോക്കുണ്ട്. ആരാണിവർ? ഫോർമുല എനിക്ക് കിട്ടിയേ പറ്റൂ. ഇല്ല, അത് നടക്കില്ല. ഫോർമുല എനിക്ക് വേണം. അങ്കിളിനെ കിഡ്നാപ്പ് ചെയ്തത് ഞാനാണ്. ഫോർമുല എനിക്ക് വേണം. ഇതെന്താ നിന്റെ അങ്കിളാണോ? ആണെങ്കിൽ എടുത്തോ, പക്ഷെ ഫോർമുല എനിക്ക് വേണം. അത്രയ്ക്കായോ നീ? എന്നാ പിടിച്ചോ. എന്നാ ഇതാ പിടിച്ചോ. എന്നാ പിടിച്ചോ. ഇന്നാ പിടിച്ചോ. എന്നാ ഇത് പിടിച്ചോ. ഇന്നാ ഇതും കൂടെ പിടിച്ചോ. ഇത് പിടിച്ചോ. ഇന്നാ പിടിച്ചോ. എന്നാ ഇത് പിടിച്ചോ. ഇന്നാ പിടിച്ചോ. ഇന്നാ പിടിച്ചോ. അല്ല, നമ്മൾ ഏത് ഫോർമുലയ്ക്ക് വേണ്ടിയാണ് ഈ വഴക്കിടുന്നത്? ബോസ്, നമുക്ക് വേണ്ടത് ഓർമ്മ നശിപ്പിക്കുന്ന ഫോർമുലയാണ്. അതെ, ഫോർമുല എന്റേതാണ്. നമ്മൾ ഇവിടെ ഫോർമുല വാങ്ങാൻ വന്നതല്ല, ആ പൂച്ചയിൽ നിന്ന് രത്നം വാങ്ങാൻ വന്നതാണ്. പൂച്ചയുടെ കയ്യിൽ രക്തമോ? എങ്കിൽ ആ രക്തം എനിക്ക് തന്നെ വേണം. എന്റെ അമ്മ രക്ഷപ്പെട്ടു. എവിടെ പോയടാ? നീ ഇവിടെ നിക്ക്, ഞാൻ പോയി ഉടൻ തന്നെ കണ്ടുപിടിച്ചേക്കാം. ഇതെന്റെ താവളമാണോ അതോ ഏതെങ്കിലും സർക്കസ് കൂടാരമാണോ? കണ്ടില്ലേ എല്ലാവരും കിടന്ന് കളിക്കുന്നത്? ദാ നോക്ക്, ഇനി ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. കണ്ടില്ലേ, എന്റെ തലയിൽ വെള്ളമെടുത്തൊഴിക്കുകയാണ്. അടിക്ക്. ആദ്യം പോലീസുകാരെ അടിച്ചോടിക്ക്, നമ്മുടെ പ്രശ്നം പിന്നെ പറഞ്ഞു തീർക്കാം. എനിക്ക് തോന്നുന്നത് കുറച്ച് പോലീസുകാരെ കൂടി കൊണ്ടുവരാമായിരുന്നെന്നാ. ഓടിക്കോ, ഇത് നല്ല ചാൻസ് ആണ്. സംശയമുണ്ടോ? ഇല്ല, നമുക്ക് അങ്കിളിനെ രക്ഷിക്കണം. അടിക്ക്. ഹായ്, എന്ത് സൗന്ദര്യമുള്ള പൂച്ചയാ. ഓ എല്ലാവരും പിടിക്ക്, പിടിക്ക്. എല്ലാ കുട്ടികളെയും വേഗം പിടിക്കൂ. എന്തായാലും നല്ല പണിയാണ് ചെയ്തത്. കമ്മീഷണർ ദയാൽ റിപ്പോർട്ടിംഗ് സാർ. എടാ മണ്ട, നീ എന്നെ മണ്ടനെന്ന് കരുതിയോ? ഏതെങ്കിലും കമ്മീഷണർ കീഴ് റാങ്കിലുള്ളവർക്ക് സല്യൂട്ട് ചെയ്യുമോ? അത് ശരി. അപ്പോൾ ഞാനിപ്പോ കമ്മീഷണർ അല്ലെങ്കിൽ ഞാൻ പിന്നെ ആരാണ്? ഡോൺ, അങ്ങ് ഡോൺ ആണ്.
ലോകത്തിലുള്ള എല്ലാ പോലീസും അങ്ങേ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പൊ ഇവരങ്ങേ പിടിച്ചത്. സത്യം പറയടാ, നീ ആരാണ്? നിന്നെ ഇതിനു മുമ്പ് ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. സാറേ, ഞങ്ങൾ ഇവിടെ നെയ് വെക്കാൻ വേണ്ടി വന്നവരാണ്. വീണ്ടും മറന്നു ബോസ്, നമ്മൾ ഇവിടെ വന്നത് രത്നം അന്വേഷിച്ചാണ്. എന്റെ പൊന്നെ, ഞാൻ മറന്നതല്ല, രക്ഷപ്പെടാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞതാ. മാനിനെ ഓടിച്ച സിംഹം അതിനെ കൊന്നു. ഈ ഫോർമുലയുടെ ഇടയ്ക്ക് രത്നം എവിടുന്ന് വന്നു? അടികൈ. ഞങ്ങൾ ഇവിടെ രത്നം സ്മഗിൾ ചെയ്യാൻ വന്നതാണ്. എന്നാൽ ഈ പൂച്ച അവരുടെ ബാഗിന് പകരം ഞങ്ങളുടെ ബാഗാണ് എടുത്തുകൊണ്ട് വന്നത്. രത്നം എന്റേതാണ്. രത്നം എന്റേതാണ്. അപ്പോൾ എന്റേത് എന്താണ്? അതെനിക്ക് എങ്ങനെ അറിയാം? ഫോർമുല നിന്റേതായിരിക്കും. അത് ശരി. എന്നാ പിടിച്ചോ. എന്തൊരു സുഖം. അതെ, ഒരു കേസ് സോൾവ് ചെയ്യാൻ വന്നപ്പോ 2 സോൾവ് ആയി. എല്ലാത്തിനും പിടിച്ച് വണ്ടി കയറ്റ. വേണ്ട, ഞങ്ങൾ നിങ്ങൾക്ക് ഉപകാരമാണ് ചെയ്തത്. അതെ, ഇവരെ എന്നെയും ഫോർമുലയും രക്ഷിച്ചിരിക്കുകയാണ്. ഉഴുത പാടത്തിൽ മാത്രമേ ഞാറ് നടൂ. ഇൻസ്പെക്ടർ ഈ പാവം കുട്ടികളെ വെറുതെ വിടൂ. അടികൈ. ഞാൻ അടിക്കാം, തീർച്ചയായും അടിക്കാം. എന്നാൽ അത് തന്റെ ഈ പൊട്ട കവിതയ്ക്ക് വേണ്ടിയല്ല, ഈ കുട്ടികൾക്ക് വേണ്ടി. ഇവര് കാരണമാണ് 2 അപകടം പിടിച്ച ഗ്യാങ്ങിനെ പിടികൂടാൻ സാധിച്ചത്.